VC സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വർക്ക് വിത്ത് VC കമ്മ്യൂണിറ്റിയുടെ വെബിനാർ സീരീസിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പറയാൻ വേണ്ടിയിട്ടും അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ രക്ഷാധികാരിയായ VC ബാലകൃഷ്ണൻ മാഷ് ക്ഷണിക്കുകയാണ്. ഓക്കെ അരുൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വർക്ക് വിത്ത് VC കമ്മ്യൂണിറ്റിയുടെ 23ാമത്തെ വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഈ ഒരു ശലഭ പഠന രംഗത്ത് ഏറെ പരിചയമുള്ള VK ചന്ദ്രശേഖരൻ എന്ന VKC എന്ന് എല്ലാവരും വിളിക്കുന്ന, അല്ലെ LIC ചന്ദ്രശേഖരൻ എന്നൊക്കെ വിളിക്കുന്ന ആളാണ്. VKC ഞാനുമായി ഏകദേശം ഒരു 29 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയാൻ പറ്റും, അല്ലെ പരിചയമുണ്ടെന്ന് പറയാൻ പറ്റും. 97 മുതലാണ് VKC അടുത്തറിയുന്നത്. പിന്നീട് പല പ്രവർത്തനങ്ങളിലും അല്ലെ പല യാത്രകളിലും വന്നിട്ടുണ്ടായിരുന്നു. ശലഭ പഠനത്തിലും പിന്നീട് VK ചന്ദ്രശേഖരൻ ഇടയ്ക്ക് വിട്ടുവെന്നുണ്ടെങ്കിലും പിന്നീട് തിരിച്ചു വന്ന് അതിഗംഭീരമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തി. നമുക്കറിയാം, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ നീലി ശലഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നീലി ശലഭങ്ങളുടെ ഏകദേശം ഒരു 96 സ്പീഷീസാണ് നമുക്ക് കേരളത്തിൽ ഉള്ളതെന്ന് തോന്നുന്നു. അതിൽ 6 എൻഡമിക് ആണ്, പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണപ്പെടുന്നതാണെന്ന് പറയാം. അപ്പൊ നീലി ശലഭങ്ങളും അതുപോലെ ഹെസ്പിരിഡേ എന്ന് പറയുന്ന തുള്ളൽ ശലഭങ്ങളും തിരിച്ചറിയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വളരെ സിമിലർ ആയിട്ടുള്ള കുറെ ശലഭങ്ങളുണ്ട്, പ്രത്യേകിച്ച് ചെറുത് കൂടിയാണ്. അപ്പൊ അതിലൊക്കെയുള്ള ഒരു വൈദഗ്ധ്യം നേടിയ ഒരാളാണ് VK ചന്ദ്രശേഖരൻ. നമുക്ക് ഈ ഒരു വെബിനാറിലേക്ക് VKCയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. താങ്ക് യു VC. എല്ലാവർക്കും നമസ്കാരം. ഒരു മിനിറ്റ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ VC? സ്ക്രീൻ ഓക്കെ ആണ്. ഓക്കെ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കാം. ഓക്കെ ആണ്. എല്ലാവർക്കും നമസ്കാരം. നീലി ശലഭങ്ങളെ കുറിച്ച് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസം മുമ്പാണ് VC എന്നോട് പറഞ്ഞത്. വാക്ക് വിത്ത് VC എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ കുറച്ച് കൊല്ലങ്ങളായിട്ട് വളരെ ആക്റ്റീവാണ്. കേരളത്തില് അങ്ങോളം ഇങ്ങോളം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകള് പരിസ്ഥിതി സംരക്ഷണ രംഗത്തും പരിസ്ഥിതി പഠന രംഗത്തും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചു കാലങ്ങളായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതായാലും VC ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. പക്ഷെ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനന്ന് ഈ ശലഭങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് വളരെ അപൂർവമാണ്. ക്ലാസ് എടുക്കുന്നതിൽ വലിയൊരു കഴിവും എനിക്കില്ല. പക്ഷെ ഒരുപാട് സംശയങ്ങൾ എനിക്ക് തന്നെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ VC പറഞ്ഞപ്പോൾ ഞാനത് സ്വീകരിച്ചു. അതുകൊണ്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ ഒരു ടെക്നിക്കൽ സൈഡിൽ ഞാൻ കുറച്ച് വീക്കായതുകൊണ്ട് പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടും ഉണ്ടാവില്ല. അത് പിന്നീട് വേണമെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തയ്യാറെടുത്തിട്ട് ചെയ്യാമെന്നാ തോന്നുന്നത്. കാരണം ഇതൊരു സീരീസ് ആണല്ലോ.
ബട്ടർഫ്ലൈസ് നമ്മൾ ലെപ്പിഡോപ്റ്ററ എന്ന് പറയുന്ന വിഭാഗം, അതില് ആറ് ഫാമിലികൾ ഉണ്ട്. പാപ്പിലിയോനിഡി എന്ന് പറയുന്ന നമ്മളുടെ കിളിവാലൻ ശലഭങ്ങള്, പൈരിഡി എന്ന് പറയുന്ന നമ്മളുടെ വെള്ളയും മഞ്ഞയും ശലഭങ്ങള്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ലൈക്കിനിഡി എന്ന് പറയുന്ന ബ്ലൂസ് എന്ന് പൊതുവെ പറയും. പിന്നെ ഏറ്റവും വലിയ ഫാമിലി ലോകത്തിൽ തന്നെ എല്ലാ സ്ഥലത്തായാലും നിംഫാലിഡിയാണ് ഏറ്റവും വലിയൊരു ശലഭ ഫാമിലി, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഫാമിലിയാണ്. ട്രയോഡിനിഡി, മെറ്റൽ മാർക്ക് എന്ന് പറയുന്ന നമ്മളെ ജൂഡികളെല്ലാം വരുന്നത് കുറച്ച് മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു സമയത്ത് ലൈക്കിനിഡിയുടെ ഭാഗമായിരുന്നു റയോഡിനിഡി. പിന്നീട് അവയെ ഒരു വേറെ ഫാമിലിയാക്കി പരിഗണിക്കുകയാണ്. പിന്നീട് നമ്മുടെ തുള്ളൻ ശലഭങ്ങൾ, സ്കിപ്പേഴ്സ് വരുന്ന ഹെസ്പിരിഡി എന്ന് പറയുന്ന കുറച്ച് ടഫായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇത്രയും ഫാമിലികളുണ്ട്. അതില് ലൈക്കിനിഡി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിംഫാലിഡി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഈ രോമപാത ശലഭങ്ങൾ, 2 കാലുകള് വളർച്ചയില്ലാതെ 4 കാലുകൾ കാണുന്ന രോമപാത ശലഭങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം പോപ്പുലേഷനിൽ ലൈക്കിനിഡിയാണ്. അപ്പൊ ലൈക്കിനിഡി എന്ന് പറയുന്ന ബ്ലൂസ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടെങ്കിലും അതിന്റെ കാരണം അവരുടെ ചിറകിന്റെ മുകളിലുള്ള നീല നിറവും നീല സ്കെയിൽസും ആണ്. 2 തരത്തിലുള്ള പിഗ്മെന്റ് സ്കെയിൽസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന സ്കെയിൽസ് ആണെങ്കിലും, രണ്ടും ഈ ബ്ലൂസിന്റെ വിങ്സിലുണ്ട്. എന്നാൽ അപ്പർ സൈഡിൽ ബ്ലൂ ഇല്ലാത്ത ചുവപ്പുള്ള ശലഭങ്ങൾ, കോപ്പേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സൺബീമിൽ ഈ വരുന്ന ഗ്രൂപ്പുകളിലല്ല നമ്മളുടെ റെഡ് ഫ്ലാഷ് അല്ലെങ്കിൽ നമ്മളുടെ കോർണീലിയൻ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മളിൽ ചുവപ്പ് നിറമാണ്. അപ്പൊ മൊത്തത്തിൽ ബ്ലൂസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ ബ്ലൂസും ഹെയർ സ്ട്രീക്സും, നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിൽ ഹെയർ സ്ട്രീക്സ് ഇല്ല, നമ്മളെ നോർത്ത് ഈസ്റ്റിലും അങ്ങോട്ട് ഹിമാലയാസിലും അങ്ങോട്ട് പോയാൽ ഹെയർ സ്ട്രീക്സുകൾ ധാരാളം ഉണ്ട്. പിന്നെ കോപ്പേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ പാലിയാക്ട്രിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, കുറച്ച് ഉയരം കൂടിയ സ്ഥലങ്ങളിൽ കാണുന്ന ശലഭങ്ങളാണ്. ഇവ എല്ലാം കൂടി ചേർന്ന ഫാമിലിയാണ് ലൈക്കിനിഡി. മൊത്തത്തിൽ നമ്മൾ ബ്ലൂസ് എന്ന് പറയുന്നു മാത്രം. ഇപ്പം നമ്മളുടെ ലൈക്കിനിഡിയുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ആന്റിന കുറച്ച് ഷോർട്ടായിട്ടുള്ള ശലഭങ്ങളാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫോർവിങ്ങിന്റെ, അതായത് മുൻചിറകിന്റെ പകുതിയോളം മാത്രമേ ആന്റിന വരുള്ളൂ, അതിന്റെ താഴെ വരുള്ളൂ. രണ്ടാമത്തത് ഫോർലെക്സ്, അത് മെറ്റൽ മാർക്കിന് ബന്ധപ്പെട്ടതാണ്, ലൈക്കിനിഡിക്ക് അത് ബാധകമല്ല. വിങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ ചിറകുകൾ, പിൻചിറകുകളിൽ ചെറിയ വാലുകൾ പലപ്പോഴും ഉണ്ടാവും. വാലുകളില്ലാത്ത നീശലഭങ്ങളും ഉണ്ട്. പക്ഷെ പിൻചിറകിൽ ചില ഐസ്പോട്സും വാലുകളും ഉണ്ടാവുകയും അത് അവയുടെ ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മളുടെ ഏറ്റവും സാധാരണ ശലഭമായിട്ടുള്ള പൊട്ട് വാലാറ്റി എന്ന് BC പേരിട്ടിട്ടുള്ള കോമൺ സെറൂലിയൻ, അപ്പം അതിന്റെ വാലുകളും പരസ്പരം ആട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ മങ്കിപ്പസില് ഇങ്ങനെയുള്ള ശലഭങ്ങളെല്ലാം വാലുകളെ ഒരു ഫോൾസ് ഹെഡായിട്ട് ഉപയോഗിക്കുകയും അത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ ലാർവകള് വളരെ പരന്നിട്ടുള്ള
ലാർവകളാണ്. ഒരു ഗുഡ് ലൗസ് പോലെയുള്ള അല്ലെങ്കിൽ പരന്ന് ഫ്ലഫി ആയിട്ടുള്ള ലാർവകളാണ്. രണ്ടാമത്തത് ഒരു 70% ലൈക്കിനിഡ്സിനും ഈ മൈർമിക്കോഫൈലി എന്ന് പറയുന്ന ആൻഡ് അസോസിയേഷൻ, ഉറുമ്പുകളുമായിട്ട്, ലാർവകളും ഉറുമ്പുകളുമായിട്ടുള്ള സഹവാസം, സഹജീവനം എന്ന് പറയുന്ന കാര്യവും, ഇതൊക്കെ ഈ ഒരു ഫാമിലിയുടെ പ്രത്യേകതകളാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ഡൈവേഴ്സിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 4100 സ്പീഷീസുകൾ ലോകത്ത് ഈ ബ്ലൂസ് ഉണ്ട്, ലൈക്കിനിഡി ഉണ്ട്. അത് ഒരു 24% വരും ലോകത്തിലെ ബട്ടർഫ്ലൈ ഫോണയുടെ 24% അത് വരും. അത് നിയോട്രോപിക്സിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഭൂമധ്യരേഖയുടെ അടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഡൈവേഴ്സിറ്റി, ഫോണൽ ഡൈവേഴ്സിറ്റി, ഫ്ലോറൽ ഡൈവേഴ്സിറ്റി എല്ലാം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ബ്ലൂസ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഒരു 400 സ്പീഷീസ്, കറക്റ്റായിട്ട് 399 സ്പീഷീസ് ഏകദേശം നമുക്ക് ബ്ലൂസിലുണ്ട്. ഏകദേശം 1403 സ്പീഷീസാണ് ഇന്ത്യയിലുള്ളത്. അതിൻ്റെ ഒരു 26% എങ്കിലും ഉണ്ടാവും. വെസ്റ്റേൺ ഗട്ട്സിൽ ശരിക്ക് 99ആണ്, 105 എന്നുള്ളത് പഴയൊരു കണക്കാണ്. 99 സ്പീഷീസാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. 337 സ്പീഷീസിൽ 980 ബ്ലൂസാണ്, അല്ലെങ്കിൽ നമ്മളുടെ ലൈക്കിനിഡിയാണ്. പിന്നെ ഇവയുടെ എഗ്ഗുകളിലുള്ള വ്യത്യാസത്തിലേക്ക് വരാം. അതായത് ലാർവകളിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ലാർവകളാണ്. ഇവയുടെ മുട്ടകൾ, ഇതിൻ്റെ ഒരു ബയോളജി പറയുകയാണെങ്കിൽ ചെറിയ പരന്നിട്ടുള്ള ഡോം ഷേപ്പായിട്ടുള്ള മുട്ടകളാണ്. പക്ഷെ അത് അതിൻ്റെ ഷേപ്പിന്റെ അപ്പുറത്ത് ഒരുപാട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഡിസൈൻസ് വരുന്ന എഗ്ഗുകളാണ്. ഇപ്പൊ പാപ്പിലോനിഡിയിലെല്ലാം വളരെ സിമ്പിൾ എഗ്ഗുകളാണ്, അതായത് ഉരുണ്ട എഗ്ഗുകളാണ്. കുറച്ചെങ്കിലും വർക്കുകൾ പിന്നീട് നമ്മുടെ എസ്പിരിഡിയിലൊക്കെ വരുന്നുള്ളൂ. നമ്മുടെ പൈരിഡി ആണെങ്കിൽ നീണ്ട എഗ്ഗുകളായിരിക്കും. നിംഫാലിഡിയിലും എഗ്ഗുകൾ ഏകദേശം വലിയ, ഇത്രത്തോളം അലങ്കാര പണികളൊന്നും ഇല്ലാത്ത എഗ്ഗുകളാണ്. ഉദാഹരണത്തിന് ഇതൊരു സിൽവർ സ്ട്രീക്ക് ബ്ലൂവിന്റെ എഗ്ഗാണ്. കോമൺ സെറൂലിയന്റെ എഗ്ഗിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എഗ്ഗുകളാണ്. അത് ലൈൻ ബ്ലൂസ് ഒക്കെ അതേ മാതിരി വരുന്നതാണ് എഗ്ഗുകൾ. മിനിറ്റെയിൽ ഡോഗ് ബ്ലൂവിന്റെ എഗ്ഗ് ആണെങ്കിൽ അതിലും വ്യത്യാസമാണ്. സാധാരണ സെന്റോ റോക്ക് ബ്ലൂവിന്റെ എഗ്ഗ് ആണത്. ബ്രോട്ടെയിൽ റോയൽ, ഏറ്റവും അവസാനത്ത് സ്പോട്ടഡ് റോയലിന്റെ എഗ്ഗാണ്. ഇത് ഒരുപക്ഷെ മറ്റ് നീലിശലഭങ്ങളുടെ എഗ്ഗിൽ നിന്നും വളരെ വ്യത്യാസത്തിലാണ് ഈ സ്പോട്ടഡ് റോയലിന്റെ എഗ്ഗ് വരുന്നത്. അതിന്റെ അതിജീവനമായിട്ടും അതിന്റെ ഒരു എവല്യൂഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്, അതിന് ഡിഫൻസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അതൊരു എഗ്ഗ് ആണെന്ന് മറ്റുള്ളവർക്ക് പാരസൈറ്റ്സിന് തോന്നിക്കാത്ത രീതിയിൽ ആ ഒരു ഇലയുടെ അരികിൽ ഒരു വെച്ചിരിക്കുകയാണ്. ഒരു നമ്മളുടെ നമ്മുടെ ബീറ്റിൽസിന്റെ ഒക്കെ എഗ്ഗിന്റെ ഒരു സമാനമായിട്ടാണ്. ഒരിക്കലും ഒരു ലൈക്കിനിഡിയുടെ എഗ്ഗ് ആണെന്ന് തോന്നിക്കാത്ത രീതിയിലാണ് അതിന്റെ ഒരു ബയോളജി ഉള്ളത്, അതായത് അതിന്റെ എഗ്ഗുകൾ ഉള്ളത്. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു, നമ്മൾ ഈ അടുത്താണല്ലോ നമ്മൾ ഉമേഷും കൂട്ടരും ഒക്കെ അതിന്റെ ലൈഫ് സൈക്കിൾ ആദ്യമായി ചെയ്യുന്ന സമയത്ത്, അതിന്റെ മുമ്പ് തന്നെ ഹോങ്കോങ്ങിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ അത് നമുക്കറിയാം മറ്റു റോയൽസ് നിന്നും മറ്റു ബ്ലൂസ് നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഹിസ്റ്ററിയും ഒരു ഏർലി സ്റ്റേജസും ഒക്കെയാണ് സ്പോട്ടഡ് റോയലിന്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോയലാണ്. പിന്നെ ലാർവകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ലാർവകളാണ് പൊതുവെ. ചില ലാർവകൾക്ക് തീരെ നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ഈ ചെറിയ ഹെയർസ്, രോമങ്ങൾ ഉണ്ടാവുകയെ പോലുമില്ല. ഇപ്പൊ ഈ ഓക്ക് ബ്ലൂസിന്റെ, ഇതിപ്പോ തമിഴ് ഓക്ക് ബ്ലൂവിന്റെ എഗ്ഗാണ് അത്, ലാർവയാണ്. അതിൽ ഈ സെറ്റേഴ്സ് വളരെ കുറവായി, സൂക്ഷ്മമായിരിക്കും. പക്ഷെ അതേസമയം നമ്മളുടെ ഈ സെന്റോർ ഓക്ക് ബ്ലൂവിന്റെ എഗ്ഗ് അല്ലെങ്കിൽ ലാർവ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെറ്റേഴ്സ് അങ്ങനെ കാണാൻ പറ്റും, രോമങ്ങൾ കാണാൻ പറ്റും. പൊതുവെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ലാർവകളാണ്. ഈ
സൺബീമിന്റെ പ്രത്യേകിച്ചും ഈ ലാർവകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഫ്ലാറ്റൻഡ് ആവുകയും ഇവയുടെ തല ഈ ഒരു ബോഡിയിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. മറ്റ് ലാർവകളിൽ നിന്നുള്ള വ്യത്യാസം ലൈക്കിനിടയ്ക്കുള്ള ഒരു പ്രധാന വ്യത്യാസം അവർ തല ആ ഒരു തൊറാക്സിന്റെ ഉള്ളിലേക്ക് ഒളിപ്പിച്ചു വെക്കും. ഇപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് തല കാണാം, അല്ലെങ്കിലും നമുക്ക് ആ തല വ്യക്തമാവില്ല, കാണാൻ സാധിക്കും. പിന്നെ ഇവർക്ക് വേറൊരു കാര്യം, ഇവരുടെ ശരീരത്തിൽ, പിന്നീട് ഞാൻ പറയാം, ശരീരത്തിൽ ഉറുമ്പുകളുമായിട്ടുള്ള സഹജീവനത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു 7ാമത്തെ സെഗ്മെന്റില് ഒരു ഹണിഡ്യൂ അല്ലെങ്കിൽ ഒരു മധുരം ഉണ്ടാക്കുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. 8ാമത്തേല് സെഗ്മെന്റിലാണ് ഈ ഒരു സാധനം, ടെന്റാക്കിൾ ഓർഗൻസ് ഉണ്ട്. ഇത് സൺബീമിൽ കാണാം, 2 വലിയ നീണ്ടിട്ടുണ്ട്. എല്ലാ ലാർവകൾക്കും ഉണ്ടാകും, പക്ഷെ സൺബീം പോലുള്ള ലാർവകളിൽ അത് വളരെ പ്രൊട്രൂഡ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്ക് നന്നായി തള്ളി നിൽക്കുകയും അത് ഉറുമ്പുകളെ ഒക്കെ പകരം അതൊരു ഡിഫൻസിന് വേണ്ടിയിട്ടും അതിൽ നിന്നൊരു ഹെയറി ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ അലാം ചെയ്താൽ അത് വന്നിട്ട് ഒരു സൗണ്ടോട് കൂടി ഒരു ഹെയറി ആയിട്ടുള്ള ഒരു വലിയ ഉപകരണം പുറത്ത് വന്നിട്ട് വീശും. പിന്നെ ഏറ്റവും അവസാനം ഇവിടെ കാണുന്ന ഈ ഒരു ലാർവ എന്ന് പറയുന്നത് നമ്മളുടെ എയ്പ്പ് ഫ്ലൈയുടെ അല്ലെങ്കിൽ മർക്കടശലഭത്തിന്റെ ലാർവയാണ്. അതിന്റെ നിറയെ നമുക്ക് ഈ ചെറിയ ചെറിയ എഫിഡുകളെ കാണാം, അല്ലെങ്കിൽ മീലി ബഗ്സിനെ കാണാം. ഈ മീലി ബഗ്സിനെ അഫിഡുകളെയൊക്കെ ആഹരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വെസ്റ്റേൺ ഗട്സിലുള്ള ഏക കാർണിവോറസ് ആയിട്ടുള്ള ലാർവ ഈ ശലഭത്തിന്റെ ഇത് മാത്രമാണ്, എയ്പ്പ് ഫ്ലൈയുടേതാണ്. ഇത് ബ്രോട്ടൈൽ റോയലിന്റെ ലാർവയാണ്. അപ്പോൾ ലാർവകളുടെ ഒരു പൊതു സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പിന്നെ ഈ ലാർവകൾക്കെല്ലാം തന്നെ പലപ്പോഴും അവയുടെ ഒരു ബയോളജി അല്ലെങ്കിൽ അതിജീവനം നോക്കുകയാണെങ്കിൽ പലതരത്തിൽ ഉള്ള അതിജീവന ശേഷിയും അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനുകൂലനങ്ങൾ പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ പരിസരവുമായിട്ട് അനുകൂലനം, എല്ലാ ജീവികളും എവല്യൂഷന്റെ ഭാഗമായിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുകൂലനങ്ങൾ ഈ ലാർവകൾക്കുമുണ്ട്. ഉദാഹരണത്തിന് ഈ ആദ്യത്തെ 2 ലാർവകൾ, ഈ 2 ലാർവകൾ എന്ന് പറയുന്നത് രണ്ടും കോമൺ ഹെഡ്ജ് ബ്ലൂയുടെ, നമ്മുടെ സാധാരണ നാട്ടു വേലി നീലിയുടെ ലാർവകളാണ്. പക്ഷെ രണ്ടും ഒരു പച്ച ഇലയിലാകുമ്പോൾ അത് പച്ച നിറത്തിലും, അതൊരു പർപ്പിളായിട്ടുള്ള ഇലയിലേക്ക് വരുമ്പോൾ ആ ഒരു ലാർവ പർപ്പിളായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ അതിജീവനത്തിന് വേണ്ടി കളറേഷൻ ഒരേ സ്പീഷീസിലും തന്നെ, ഒരു പക്ഷേ ചിലപ്പം നമ്മൾ ഒരേ ലാർവ റിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചെടിയുടെ കളർ അല്ലെങ്കിൽ ഇലേന്റെ കളർ മാറുകയാണെങ്കിൽ അടുത്ത ഇൻസ്റ്റാറിൽ അത് കളർ മാറുന്നതായിട്ട് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രകടമായി തന്നെ അല്ലെങ്കിൽ അത്രയും വളരെ സൂക്ഷ്മമായി തന്നെ ഈ ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ അനുകൂലനങ്ങൾ ഈ ലാർവ ദശയിൽ തന്നെ വെക്കുന്നു. സോ ഇതൊരു ബ്രാൻഡഡ് റോയലിന്റെ ഒരു ഏർലി സ്റ്റേജ് കാറ്റർപില്ലറാണ്. അപ്പൊ ഇത് നമ്മുടെ ഇത്തിൽക്കണ്ണിയുടെ അടിഭാഗത്താണുള്ളത്, അല്ലെങ്കിൽ മേൽഭാഗത്തായാലും അടിഭാഗത്തായാലും ഇത് അടിഭാഗത്താണ്. അതിന്റെ ആ പുള്ളികളും അല്ല ഒരു സ്പോട്സും ഒക്കെ തന്നെ ഈ ലാർവയിലും കാണാൻ സാധിക്കും. അപ്പൊ അത്രയും കണ്ണിൽപ്പെടാതിരിക്കാനും അതിജീവിക്കാനും വേണ്ടി ലാർവകൾക്ക് ഉണ്ടാകുന്ന സവിശേഷതകളാണ് ഇത്. യാംഫ്ലൈ എന്ന് പറയുന്ന കുഞ്ഞുവാലൻ എന്ന് പറയുന്ന ശലഭത്തിന്റെ ലാർവയാണ്. അത് ആ ഒരു സ്മൈലാക്സിന്റെ നമ്മുടെ എന്താണ് മലയാളം പേര് വീസി? അതെ, അതിന്റെ തളിരിനോട് അല്ലെങ്കിൽ അതിന്റെ ഷൂട്ട് പോലെ തന്നെയാണ് ഈ ലാർവ നിൽക്കുന്നത്. അപ്പൊ അതൊന്നും പെട്ടെന്ന് ആ ചെടിയിൽ നിന്ന് ആ ലാർവയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇതൊരു നമ്മുടെ ലൈൻ ബ്ലൂവിന്റെ, കോമൺ ലൈൻ ബ്ലൂവിന്റെ ഒരു ലാർവയാണ്. അത് അധികം ഈ ചെറിയ ഫ്ലവർ ബഡ്സിലാണ് ഈ ലാർവകള്, ലൈൻ ബ്ലൂവിന്റെ ലാർവകൾ പൊതുവെ കാണാറുള്ളത്. നമ്മുടെ അക്കേഷ്യ അല്ലെങ്കിൽ ഇഞ്ചയുടെ ഒക്കെ ഫ്ലവർ ബഡ്സിലാണ് കോമൺ ലൈൻ ബ്ലൂ അല്ലെങ്കിൽ നമ്മുടെ ടെയിൽലെസ്, അതായത് വാലില്ലാത്ത ലൈൻ ബ്ലൂ, ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ അക്കേഷ്യയുടെ
പൂമൊട്ടുകളിലാണ്. അപ്പൊ ആ മൊട്ടുകളുടെ പോലെ തന്നെയാണ് അവയുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഈ മൊട്ടുകൾക്കിടയിൽ ഇവ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും പക്ഷെ നമുക്ക് അവയെ കണ്ടെത്താനോ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനോ സാധിക്കില്ല. ഇവിടെ വൈറ്റ് എഡ്ജ് ബ്ലൂ, അതിന്റെ ഈ പെർസിക്കാരിയ എന്ന് പറയുന്ന ഫുഡ് പ്ലാന്റില് അതിന്റെ പൂമൊട്ടുകളിലാണ്. അപ്പൊ ഈ പെർസിക്കാരിയയുടെ പൂമൊട്ടുകളുടെ കളറിന്റെ ഒരു ഡിഫറൻസസ് എല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു ലാർവയുടെ ശരീരവും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അത്രയും ഈ കമോഫ്ലാഷ് ഉള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ചുറ്റുപാടുമായിട്ട് ലയിച്ചു പോകുന്ന രീതിയിലുള്ള സവിശേഷതകൾ പലപ്പോഴും ഈ ലാർവ സ്റ്റേജിൽ ഇവയ്ക്കുണ്ട്. അപ്പൊ വേറൊരു അനുകൂലനം, ഞാൻ നേരത്തെ സ്പോട്ടഡ് റോയലിനെ പറ്റി പറഞ്ഞപ്പോഴുണ്ടായിരുന്ന ഒരു അനുകൂലനം എനിക്ക് തോന്നുന്നത്, ഈ മറ്റു ലാർവകളൊക്കെ തന്നെ ഇവിടെ പൊതുവെ നമ്മളുടെ 2 സ്പീഷീസുകളെ ഞാൻ അധികം കണ്ടിട്ടുള്ളൂ. ലാർവകൾ ഒന്നിച്ച് കാണുന്നത് ഈ നമ്മുടെ ലൈക്കിനിഡിയില് അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂസില് ലാർവകൾ ഒന്നിച്ച് കാണുന്നത് ഒന്ന് സ്പോട്ടഡ് റോയലിനും മറ്റൊന്ന് നമ്മുടെ കോമൺ സിലിയേറ്റ് ബ്ലൂവിനാണ്. അപ്പൊ ഈ ലാർവകൾ ഒന്നിച്ച് കാണുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് 2 തരത്തിൽ അവ ഈ ഒരു സ്പോട്ടഡ് റോയൽ ഡിഫൻസ്, അതായത് അവരുടെ ഒരു പരിരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ അത് ഒരു നിരീക്ഷണം മാത്രമാണ്, ഇതൊന്നും തെളിയിക്കപ്പെട്ട കാര്യമല്ല. ഈ ഒരു നമ്മുടെ ഇതിന്റെ ഫുഡ് പ്ലാന്റ് ആയിട്ടുള്ള ഡെൻഡ്രോക്ക അല്ലെങ്കിൽ നമ്മളുടെ ഇത്തിക്കണ്ണികൾ പൊതുവെ വിഷാംശം ഉള്ളവയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ എല്ലാ ഇത്തിക്കണ്ണികളിൽ ഫീഡ് ചെയ്യുന്ന ശലഭങ്ങളും അൺപാലറ്റബിളോ അല്ലെങ്കിൽ വിഷാംശമുള്ളവയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വിഷാംശം ഉള്ള ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ജസബലാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ജസബൽ എന്ന് പറയുന്ന വിലാസിനി എന്ന് പറയുന്ന ശലഭം. അപ്പൊ വിലാസിനിയുടെ ഈ ഒരു ലാർവകളും ഒന്നിച്ചു തന്നെയാണ് ഈ ഇത്തിക്കണ്ണി ഇലയിൽ ഉണ്ടാവുക. അത് പക്ഷികൾക്കൊക്കെ സ്വാഭാവികമായിട്ടും അവയെ തിന്ന് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് നിന്ന് അവയെ ഒഴിവാക്കേണ്ടതാണെന്ന് അവയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനും തന്നെ അനുകരിക്കുകയാണ് സ്പോട്ടഡ് റോയൽ എന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാവാനാണ് സാധ്യത. അപ്പൊ അത്തരത്തില് ഒരു ലൈക്കിനിഡ് ഈ കൂട്ടമായിട്ടുള്ള ലാർവകൾ സ്പോട്ടഡ് റോയലിന് അല്ലെങ്കിൽ ഈ ഒരു കോമൺ സിലിയേറ്റ് ബ്ലൂവിന് മാത്രമേ ഉള്ളൂ. പക്ഷെ കോമൺ സിലിയേറ്റ് ബ്ലൂവിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഉറുമ്പുകളവയെ എപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കും. കോമൺ സിലിയേറ്റ് ബ്ലൂ എപ്പോഴും ഈ റെഡ് ആൻഡ്സ്, നമ്മളുടെ നീറുകൾ എന്ന് പറയുന്ന ഏറ്റവും കടിക്കുന്ന ഉറുമ്പുകൾ ആണ് അവയെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അങ്ങനെ ഒരു പരിരക്ഷണം ഓൾറെഡി ഉറപ്പാണ്. പക്ഷെ സ്പോട്ടഡ് റോയലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. അത് ഇത്തരത്തില് വിലാസിനിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജസബലിന്റെ ലാർവകളോട് സമാനമെന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം അത് രക്ഷപ്പെടുന്നതെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞു, എല്ലാ ലാർവകളും ഒരുവിധം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സില് എല്ലാ ലാർവകളും ഒന്നൊഴികെ ബാക്കി എല്ലാം ഹെർബിവോറസ് ആണ്, അല്ലെങ്കിൽ സസ്യങ്ങളെയോ സസ്യ ഭാഗങ്ങളെയോ ആഹരിച്ചിട്ടാണ് ഈ ലൈക്കിനിഡി ലാർവകൾ പുലരുന്നത്. പക്ഷെ അങ്ങനെയല്ലാത്ത ഒന്നുണ്ട്, നമ്മുടെ എയ്റ്റ് ഫ്ലൈ. ഇത് നോർത്ത് ഈസ്റ്റ് എന്നുള്ള ഒരു ചിത്രമാണ്. അതായത് ഇത് എയ്റ്റ് ഫ്ലൈന്റെ അതേ കാറ്റഗറിയിൽ പെടുന്ന ഒരു മോട്ടിൽ എന്ന് പറയുന്ന ക്രനുലേറ്റഡ് മോട്ടിൽ എന്ന് പറയുന്ന ലോട്ടിനസ് ട്യൂബില എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. ഇതും അഫിഡുകളിലാണ്. ഉദാഹരണത്തിന് ഇത് ഉറുമ്പുകൾ ധാരാളം ഉണ്ട്, അഫിഡുകൾ ഉണ്ടെങ്കിൽ ധാരാളം ഉറുമ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് മുട്ടയിടുന്നതാണ്. അതിന്റെ മുട്ടകളാണിത്. ചെറിയ വരന്നിട്ടുള്ള ബട്ടൺസ് പോലെയുള്ള നമ്മളെ ഉപ്പായത്തിന്റെ കുടുക്കുകൾ പോലെയുള്ള മുട്ടകളാണ്, ലാർവകളാണ്. ഇത് കുറച്ചുകൂടി വലിയ ലാർവകളാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരുവിധം അഫിഡുകളെല്ലാം ഇവർ തീർത്തിട്ടുണ്ട്. അപ്പൊ ഈ അഫിഡുകളെ തിന്നുകയും അല്ലെങ്കിൽ അഫിഡുകളുടെ മുട്ടകള് അവയുടെ കുഞ്ഞുങ്ങളെയൊക്കെ തിന്നിട്ട് തന്നെയാണ് ഇവര് വളരുന്നത്. ഇത് ഒരു ശരിക്കും പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് ഇത്തരം
ഈ ഒരു നമ്മളുടെ എയ്റ്റ് ഫ്ലൈ പോലെ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ മോട്ടിൽ പോലെയുള്ള ഒരു മിലിറ്റിനി എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ഈ ബ്ലൂസ് ഉപയോഗിക്കുന്നത്. ഇത് എയ്റ്റ് ഫ്ലൈന്റെ നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സിലുള്ള എയ്റ്റ് ഫ്ലൈയുടെ ലാർവയാണ്. പലപ്പോഴും നമുക്ക് ഈ കർമൂസ് അല്ലെങ്കിൽ കർമൂസിലും ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ഈ ഒരു മീലി ബഗ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ എയ്റ്റ് ഫ്ലൈ വന്ന് അതിൽ മുട്ടയിടും. അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. ചെറിയ ശലഭമാണ്, അതിങ്ങനെ ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. നമ്മൾ ഏതെങ്കിലും ലൈൻ ബ്ലൂ ആണോ അല്ലെങ്കിൽ ബ്ലൂസ് എഡ്ജ് ബ്ലൂ ആണോ എന്നൊക്കെ വിചാരിക്കും ചെറുത്. പക്ഷേ ഇത് എയ്റ്റ് ഫ്ലൈ ആയിരിക്കും, മർക്കട ശലഭമായിരിക്കും. അതിങ്ങനെ പറന്ന് ചുറ്റും പറന്ന് മെല്ലെ മെല്ലെ പറന്നിട്ട് മുട്ടയിട്ട് ഈ പുഴുക്കള് ഇവയെ ആഹരിച്ചിട്ടാണ് വളരുന്നത്. അതിന്റെ മുകളിലെല്ലാം തന്നെ ആ വെള്ള പൊടിയെല്ലാം പറ്റിയിട്ടുണ്ടാവും. ഒരിക്കലും ഇത് പുഴുവാണെന്നോ ഒന്നും ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. നീങ്ങുന്നത് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഇനി ഈ എയ്റ്റ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു പേര് വരാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ മർക്കടശലഭം എന്നുള്ള പേര് വരാനുള്ള കാരണം അതിന്റെ പ്യൂപ്പയുടെ മുഖമാണ്. ഈ പ്യൂപ്പയുടെ മുഖം ഒരു കുരങ്ങിന്റെ മുഖം പോലെയുള്ളത് കൊണ്ട് ആണ് അതിന് എയ്റ്റ് ഫ്ലൈ എന്ന് വിളിക്കുന്നത്. ഇത് ഒരു എയ്റ്റ് ഫ്ലൈയുടെ അഡൽട്ട് ആണ്. കാർണിവോറസ് ആയിട്ടുള്ള ഏക ലൈക്കിനിഡിയാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ. പിന്നെ ഞാൻ പറഞ്ഞു ഉറുമ്പുകളുമായിട്ടുള്ള സഹവാസം. നമ്മളുടെ ലൈക്കിനിഡിയുടെ ബയോളജിയിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവയ്ക്ക് ഉറുമ്പുകളുമായിട്ടുള്ള സഹവാസവും അങ്ങനെ അതിജീവിക്കുന്ന ഒരു ബയോളജി. ഇത് ഒരുപക്ഷെ ഇവരുടെ ഒരു ഡൈവേഴ്സിറ്റിയും സ്പീഷീസിന്റെ എണ്ണവും ഒക്കെ കൂട്ടാൻ വളരെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് ഡാർക്ക് സെറൂലിയൻ മെറ്റാലിക് സെറൂലിയൻ എന്ന് പറയുന്ന സെറൂലിയന്റെ ഒരു ലാർവയാണ് ഉറുമ്പുകൾ പരിപാലിക്കുക. അപ്പോൾ ഇത് പഠനങ്ങൾ പറയുന്നത് 60% നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സിലുള്ള 60% ലാർവകളും ഈ ഉറുമ്പുകളുടെ പരിചരണം നേടുന്നവയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് അനുഭവിക്കുന്നവയാണ്. അപ്പോൾ 2 തരത്തിലുള്ള പരിചരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന് ഒബ്ലിഗേറ്ററി ആയിട്ടുള്ളത്. ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഇവയ്ക്ക് ഉറുമ്പുകൾ ഇല്ലാതെ അതിജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് സ്പീഷീസുകൾ, ഇപ്പോൾ അറോപ്പല എന്ന് പറയുന്നത് നമ്മളുടെ ഓബ്ലൂസ് ആണ്. ആൻഡീൻ എന്ന് പറയുന്ന ജീനസ് നമ്മളുടെ സിലിയേറ്റ് ബ്ലൂ ആണ്. ഇത് സിൽവർ ലൈൻസ്. അവ ഒരുവിധ എല്ലാ സിൽവർ ലൈൻസും ഉറുമ്പുകളില്ലാതെ അവയ്ക്ക് ഈ ലാർവ ഘട്ടം തരണം ചെയ്യാൻ പറ്റില്ല. കാറ്റർപിസിൽമ എന്ന് പറയുന്നത് നമ്മുടെ പിൻസൽ, ഇത് സെസിയസ് എന്ന് പറയുന്ന റെഡ് സ്പോട്ട്, ഇവയെല്ലാം തന്നെ. ഇതിലിപ്പം ആൻഡീൻ എന്ന് പറയുന്ന നമ്മളുടെ സിലിയേറ്റ് ബ്ലൂ, കോമൺ സിലിയേറ്റ് ബ്ലൂവിന് ഉറുമ്പുകൾ ഇല്ലാതെ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൻഡീനിൽ തന്നെയുള്ള നമ്മളുടെ പോയിന്റഡ് സിലിയേറ്റ് ബ്ലൂവിന് ഉറുമ്പിന്റെ ഒരു വലിയ ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ല എന്നല്ല, ഉറുമ്പുകൾ നിർബന്ധമില്ല. അപ്പൊ അത് ശരിക്ക് ഒബ്ലിഗേറ്ററി അല്ല. അതിനെ നമ്മൾ ഫാക്കൽറ്റേറ്റീവ് എന്ന് പറയും. അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഉറുമ്പ് വന്ന് പോയാലൊക്കെ മതി എന്നുള്ള ജീനസുകളാണ്. അല്ലെങ്കിൽ ആ ഇതാണ് ജാമിഡസ് എന്ന് നമ്മൾ പറയുന്നത് സെറൂലിയൻ. നമ്മളെ സെറൂലിയന് അല്ലെങ്കിൽ നമ്മളുടെ ലൈൻ ബ്ലൂസ്, നെക്കാഡുബ, അതേമാതിരി സുരേന്ദ്ര എന്ന് പറയുന്ന നമ്മളുടെ അക്കേഷ്യ ബ്ലൂസ്, ഇവയൊക്കെ ഉറുമ്പുകൾ വേണമെങ്കിലും പക്ഷെ അവയ്ക്ക് ഇവയുടെ സർവൈവലിന് ഉറുമ്പുകൾ നിർബന്ധമൊന്നുമില്ല. അപ്പൊ 2 തരത്തിലുള്ള ഒരു എപ്പിക്കോഫൈലിയാണ് നമ്മൾ കാണാറുള്ളത്, ഒബ്ലിഗേറ്ററിയും ഫാക്കൽറ്റേറ്റീവും. ഏതായാലും 60%-ലധികം ലാർവകളും ഉറുമ്പുകളുമായുള്ള സഹജീവനത്തിലൂടെയോ അല്ലെങ്കിൽ പരസ്പര ബന്ധത്തിലൂടെയാണ് അതിജീവിക്കുന്നത്. അതിന്റെ ഒരു ഇതാണ് ഈ ഡ്യൂ പാച്ചസ് ഇവിടെ ഉണ്ട്. ഈ നെക്ടർ ഗ്ലാൻഡ് 7th ആണ് ഈ നെക്ടർ ഗ്ലാൻഡ് ഉള്ളത്. ഇവിടെയാണ് നമ്മളുടെ ഈ ടാക്ടൈൽ ഓർഗൻസ് നേരത്തെ ഞാൻ സൺബീമിൽ കാണിച്ചത്. അത് വളരെ പ്രൊട്രൂഡ് ആയിരുന്നു. പക്ഷെ മറ്റു ലാർവകളിൽ 2 ഉണ്ടാവുന്നേ ഉള്ളൂ. ഇവിടുന്നാണ് ഇവര് നമുക്ക് ഈ ഉറുമ്പുകൾക്ക് വേണ്ട ഹണി അല്ലെങ്കിൽ മധുരം സ്രവിപ്പിക്കുക. ഇവിടെ ഈ 2 ഓർഗൻസും ഉറുമ്പുകളുമായുള്ള കമ്മ്യൂണിക്കേഷനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പക്ഷെ വളരെ വിചിത്രമായ രീതിയിലും അല്ലെങ്കിൽ വളരെ ഡെവലപ്ഡ് ആയ രീതിയിലൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻസ് ഇവര് ഉറുമ്പുകളുമായി നടത്തുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിപ്പോ ഒരു നെക്കാഡുബ നമ്മളുടെ ഒരു
എന്താ പറയുക, നമ്മളുടെ ഒപ്പാക്ക് ലൈൻ ബ്ലൂ എന്ന് പറയുന്ന ലൈൻ ബ്ലൂവിന്റെ ഒരു ലാർവയാണ് നമ്മള് കൊന്നാരസ് വൈറ്റി എന്ന് പറയുന്ന ചെടിയിൽ. അപ്പൊ ഇതൊക്കെ ഫാക്കൽറ്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇത് നിർബന്ധമില്ല. ഇവരുടെ ലൈൻ ബ്ലൂസ് ഒക്കെ ഉറുമ്പുകളുടെ പരിചരണം ഇല്ലെങ്കിലും ഇവര് അതിജീവിച്ച് പ്യൂപ്പിയായി മാറും. പക്ഷെ അതേസമയം ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഇപ്പൊ ടിൻസൽ പോലെയുള്ള അല്ലെങ്കിൽ സിൽവർ ലൈൻസ് പോലെയുള്ള ശലഭങ്ങൾ, ഇവയുടെ ഒക്കെ ലാർവകൾ ഉറുമ്പുകളുടെ നിരന്തര പരിചരണത്തിൽ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും ഇവര് ഉറുമ്പിന്റെ കൂട്ടിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. ഇതിപ്പോ ഉറുമ്പിന്റെ കൂട്ടിന്റെ ഉള്ളിലുള്ള ഒരു ടിൻസൽ ലാർവ. ശരിക്കും പകൽ മുഴുവൻ ഇവർ ഉറുമ്പും കൂട്ടിലും രാത്രിയാണ് പുറത്തു വന്നിട്ട് ഫുഡ് പലപ്പോഴും കഴിക്കുക. ചിലർ തീരെ പുറത്തു വരാത്തവരുണ്ട്. പക്ഷെ ടിൻസൽ എല്ലാം തന്നെ രാത്രി പുറത്തു വന്നിട്ട് ഇലയുടെ ഭാഗങ്ങള് പ്ലാന്റിന്റെ ഫുഡുകൾ കഴിക്കും. അതേസമയം എന്നിട്ട് കൂട്ടിന്റെ ഉള്ളിൽ പോവുകയും ചെയ്യും. പക്ഷെ അതേസമയം ഇതൊന്നും പ്ലാന്റ് ഫുഡ് തീരെ കഴിക്കാത്ത ഈ സ്പീഷീസുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ലൈലാക് സിൽവർ ലൈനാണിത്. ഈ ലൈലാക് സിൽവർ ലൈനിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി ഒക്കെ ഈ അടുത്ത് കുറച്ച് 2020 കണ്ടെത്തിയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഇതിനെല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ അവര് കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ മുമ്പ് തന്നെ ഒരു 96 പിന്നെ ഈ ഒരു സാധനം, അതായത് ടോണി സിൽവർ ലൈൻ എന്ന് പറയുന്ന സിഗാരിറ്റിസ് അക്കാമാസ്, ഇത് നമ്മളുടെ ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ കാണാം. അപൂർവമാണ് ഇന്ത്യയില്. പാകിസ്ഥാനിൽ കുറച്ചുകൂടി കാണാവുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയാൽ ഡ്രൈ ഏരിയയിൽ ഇസ്രായേൽ, തുർക്കി ആ ഭാഗത്തൊക്കെ കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഈ സിഗാരിറ്റിസ് അക്കാമസിന്റെ 97 പഠനം പറയുന്നത് ശരിക്കും ഈ ലാർവകൾ ഒരിക്കലും പ്ലാന്റ് ഫുഡ് തന്നെ കഴിക്കുന്നില്ല. പലപ്പോഴും ഇവ ഉറുമ്പുകൾ ഇവയെ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഉറുമ്പിന്റെ കൂട്ടിൻ്റെ ഉള്ളിൽ ഇവയെ എത്തിക്കുകയും ഉറുമ്പിന്റെ വായിൽ നിന്ന് റിജർജിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഉറുമ്പ് ഇങ്ങനെ റിജർജിറ്റേറ്റ് ചെയ്ത് പുറത്തേക്ക് വായി കൂടെ കൊടുക്കുന്ന ഫുഡ് കഴിക്കുകയും ഉറുമ്പിന്റെ ലാർവകളെയും ഇവർ ആഹരിക്കും. അതായത് ചെറിയ ചെറിയ മുട്ടകളെയും ലാർവകളെയും ആഹരിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ശരിക്കും ശരിക്കും ഈ മിർമിക്കോഫൈലി എന്ന് പറഞ്ഞ ഒരു പാരസിറ്റിക് മിർമിക്കോഫൈലിയ. ഇവര് ശരിക്കും ഉറുമ്പുകളുടെ ഒരു പാരസൈറ്റ് ആയിട്ട് തന്നെയാണ്, ബ്രൂഡ് പാരസിറ്റിസം എന്ന് പറയുന്ന ആ ബ്രൂഡിനെ തിന്നുകൊണ്ട് തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് 2020 ലൈലാക് സിൽവർ ലൈനിന്റെ കാര്യത്തിലും ബാംഗ്ലൂരുള്ള ഈ ഹസാരഘട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കുറച്ചെങ്കിലും ഒരു ചെറിയൊരു പോപ്പുലേഷൻ ഇത് ഉണ്ടായിരുന്നത്. അത് റീഡിസ്കവർ ചെയ്യപ്പെട്ടതായിരുന്നു പിന്നീട്. അപ്പൊ ഇവരും ഇതേമാതിരി തന്നെ അക്കേഷ്യ മരങ്ങളുടെ ഇടയിലുള്ള തോടിന്റെ ഒക്കെ ഉള്ളിലുള്ള ബാർക്കിലുള്ള ഉറുമ്പിന്റെ കൂട്ടിലാണ് ഇവരുടെ ലാർവകളെല്ലാം. ഇവരും ഈ ഉറുമ്പ് നൽകുന്ന ഭക്ഷണവും ഒരുപക്ഷെ ഉറുമ്പുകളുടെ ലാർവകളെയും ആഹരിച്ച് തന്നെയാണ് ജീവിക്കുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് സമാനമായിട്ട് എല്ലാവരും കേട്ട ഒരു കഥ തന്നെയാണ്, കഥയല്ല, BBC-യിൽ നമ്മൾ ഒരുപാട് ഇതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അറ്റൻബറോയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇത് ലാർജ് ബ്ലൂ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലൊക്കെ ഒരു ശലഭമാണ്. ഇത് കുറെ കുറഞ്ഞു പോയിരുന്നു. പിന്നീട് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന്റെ ഹാബിറ്റാറ്റ് തന്നെ അവര് പുനർനിർമ്മിച്ചൊക്കെ വരുത്തുകയാണ് ഉണ്ടായത്. അത് അതിന്റെ ലൈഫ് സൈക്കിൾ മനസ്സിലാക്കിയതിന് ശേഷമാണ്. ഇത് ഒരു പാരസിറ്റിക് മിർമിക്കോഫൈലിയുടെ അല്ലെങ്കിൽ ബ്രൂഡ് പാരസിറ്റിസത്തിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഇത് ശരിക്കും പ്ലാന്റ് ഫുഡ് ഈ ലാർജ് ബ്ലൂ എന്ന് പറയുന്ന ഈ ഫെങ്കാരിസ് ആരിയോൺ എന്ന് പറയുന്ന ഈ ഒരു സ്പീഷീസ് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചെടിയിൽ അവർ മുട്ടയിടുന്നു. പൂണ്ടാൻ ചെറിയൊരു ചെടിയിൽ, ആ ചെടിയിൽ മുട്ടയിട്ടാൽ ആദ്യത്തെ ഒരു 4 ഇൻസ്റ്റാർ അല്ലെങ്കിൽ 4 ഘട്ടങ്ങള് അത് ശരിക്കും 3 ഘട്ടങ്ങൾ അത് ശരിക്കും പ്ലാന്റ് ഫുഡൊക്കെ കഴിച്ച് ആ ഫ്ലവർ ബെഡൊക്കെ കഴിക്കും. എന്നിട്ട് അത് 4ാമത്തെ ഇൻസ്റ്റാറിൽ 5 ഇൻസ്റ്റാറുകളാണ് ഒരു ലാർവയ്ക്ക് ഉണ്ടാവുക. ഈ 4ാമത്തെ ഘട്ടത്തിൽ അത് താഴെ വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സൗണ്ടും അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഫിറമോൺസും ഒക്കെ പുറപ്പെടുവിച്ചിട്ട് അതിലെ പോകുന്ന ഒരു പ്രത്യേക തരം ആന്റുകളുണ്ട്. ആ ആന്റുകളുടെ ഈ
ക്രിമാറ്റോഗാസ്റ്റർ ക്രിമാറ്റോഗാസ്റ്റർ അല്ല, വേറൊരു സ്പീഷീസ് തന്നെയാണ്. ആ സ്പീഷീസിലുള്ള ആൻറ്റുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്, അതായത് ആൻറ്റുകൾ പുറപ്പെടുവിക്കുന്ന ഒരു തരം സിഗ്നൽസ് ആണ് ഇവർ പുറപ്പെടുവിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ അത് ആൻറ്റുകൾ അവരുടെ ഒരു കുട്ടിയോ എന്താണെന്ന് അറിയില്ല, അവരുടെ ഒരു ആൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണെന്ന് കരുതിയിട്ട് ഇവയെ നോക്കിയെടുത്തിട്ട് ആൻറ്റിന്റെ കൂട്ടിനുള്ളിൽ കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ട് ആൻറ്റിന്റെ പരിചരണത്തിൽ ഇവർ വളരുകയും അതേസമയം ആൻറ്റുകളുടെ ലാർവകളെ ഇവര് തിന്നുകയും ചെയ്യും. ഇപ്പം ആൻറ്റുകളുടെ ചെറിയ ചെറിയ ഇതെല്ലാം ഇവിടെ കാണാം. ഇത് കൂട്ടിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു പെടാണെന്ന് തോന്നുന്നത്. അപ്പൊ അത് ഫീഡ് ചെയ്ത് ശരിക്കും ഒരു 11 മാസം ഇവര് ഈ ആൻറ്റിന്റെ കൂട്ടിന്റെ ഉള്ളിൽ കഴിയും. എന്നിട്ട് അടുത്ത ഒരു ജൂലൈ ഒക്കെയാണ് ഇവര് ഈ മുട്ടയിടുന്നത്. അടുത്ത ജൂലൈയിൽ ആണിത് പ്യൂപ്പേറ്റ് ചെയ്തിട്ട് പുറത്ത് എത്തുന്നു. എന്നിട്ട് ഇതേ ചക്രം ആവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇതിലെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു സൗണ്ടുകളടക്കം ഇവർ പുറപ്പെടുവിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത്. അതായത് ആൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ആൻറ്റുകൾ പരസ്പരം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളും അതേമാതിരി തന്നെ ആൻറ്റുകൾ പരസ്പരം ഉപയോഗിക്കുന്ന രീതിയിലുള്ള സെക്രീഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവര് ആൻറ്റുകളെ കയ്യിലെടുക്കുന്നതും അങ്ങനെ ഒരു വംശം നിലനിർത്തുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് അതിന്റെ ഒരു ബയോളജിയെ കുറിച്ച് പറയാനുള്ളത്. അതായത് ആൻറ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ വിഭാഗം സർവൈവ് ചെയ്യുന്നു. പക്ഷേ പൊതുവെ പറഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു ലൈക്കാനിഡേന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ അവരുടെ വംശവുമായിട്ട് അവർ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വേണ്ടത് പ്ലാന്റ് ഡൈവേഴ്സിറ്റി തന്നെയാണ്. ആൻസിന്റെ ഒരു പരിചരണം ഒരു ഘടകം എന്നത് മാത്രം. അപ്പൊ നമുക്ക് അതിനുശേഷം നമുക്ക് കുറച്ച് സ്പീഷീസുകളെ പരിചയപ്പെടുക എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ നോക്കിയത്. ഇതൊന്നും വളരെ കൃത്യമായിട്ട് ചെയ്തു വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. അത് കുറെ ലാപ്സസ് ഇതിലുണ്ടാവും. ഞാൻ പറഞ്ഞു സൺബീംസ് എല്ലാം ഇതിൽ തന്നെ ബ്ലൂസ് എന്നാണ് പേരെങ്കിലും ഈ സൺബീമുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫാമിലിയിൽ വരുന്നതാണ്. നമുക്ക് പ്രധാനമായിട്ട് 2 സൺബീമുകളാണ്. ഇത് തുടക്കക്കാർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇന്ത്യൻ സൺബീമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും കാടുകളിലും ഉണ്ടാവും. നാട്ടിലും ഇടനാടൻ ചെങ്കൽ കുന്നുകളിലെല്ലാം കൂടുതലായിട്ട് നമ്മളുടെ പട്ടണങ്ങളിലടക്കം ഇന്ത്യൻ സൺബീം ഉണ്ടാവും. കാരണം ഉങ്ങാണ് പൊങ്കാമിയ പിന്നേറ്റ എന്ന് പറയുന്ന ഒരു ചെടി, അതിന്റെ ഭക്ഷണ സസ്യമായതുകൊണ്ട് ഉങ്ങ് നമ്മുടെ ഈ സാമൂഹ്യ വനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ സ്ഥലത്തും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ടൗണിലൊക്കെ ഒരുപാട് ഞാൻ സൺബീമുകളെ കണ്ടിട്ടുണ്ട്. ധാരാളം ഉങ്ങുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ശലഭം പിന്നെ നമ്മുടെ പുഴയോരങ്ങളിലും ഈ ശലഭം ധാരാളം ഉണ്ടാവും. കാരണം ഡെറിസ് എന്ന് പറയുന്ന ഒരു ഡെറിസ് ടൈഫോളിയാറ്റ എന്ന് പറയുന്ന ഒരു ചെടി ധാരാളം ഉള്ളത് കൊണ്ട് അതിലും ഇത് മുട്ടയിടുന്നുണ്ട്. ഇത് ശിവ സൺബീമാണ്. ശിവ സൺബീം കാടുകളിൽ നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ എൻഡമിക് ആയിട്ടുള്ള ഒരു ശലഭമാണ്. പശ്ചിമഘട്ടത്തില് കാടുകളിലുള്ള പ്രദേശങ്ങളിലാണ്, ആറളത്തൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. മേൽച്ചിറകിലുള്ള കറുപ്പിന്റെ ബോർഡറിലുള്ള വ്യത്യാസം തന്നെയാണ് പ്രധാനമായിട്ട് ഇവയുടെ മുകൾ ഭാഗത്തുള്ള വ്യത്യാസം. താഴോട്ട് വരികയാണെങ്കിൽ മുകൾ ഭാഗം എപ്പോഴും നമ്മൾ കാണുന്നില്ല. താഴോട്ട് വരികയാണെങ്കിൽ സൺബീമിനെ കാണുമ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യൻ സൺബീമിന്റെ അടിഭാഗത്ത് കുത്തുകൾ, ചെറിയ ചെറിയ കുത്തുകൾ വളരെ കുറവായിരിക്കും. 1-2 സ്പോട്ടുകളാകെ ഉണ്ടാവും എന്നല്ലാതെ. പക്ഷെ ശിവ സൺബീമിൽ ധാരാളം ചെറിയ സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ബാൻഡിലൊക്കെ ഉള്ള വ്യത്യാസം ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മുടെ അതിലേക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഈ അണ്ടർ സൈഡ് കണ്ടാൽ നമുക്കറിയാം ചെറിയ ചെറിയ കുത്തുകൾ അതിൽ ധാരാളം ഉണ്ടെങ്കിൽ അത് ശിവയാണ്. വളരെ പ്ലെയിൻ ആയിട്ട് വെള്ള നിറത്തിലാണെങ്കിൽ അത് ഇന്ത്യൻ സൺബീമാണ്. പിന്നുള്ളത് ഹെഡ്ജ് ബ്ലൂസ് ആണ്. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ കാടുകളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ട് 2 ഹെഡ്ജ് ബ്ലൂ ആണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഒന്ന് കോമൺ ഹെഡ്ജ് ബ്ലൂ, അത് കാടുകളിൽ മാത്രമല്ല നാട്ടിലും കാണാം. ധാരാളം
ഫുഡ് പ്ലാന്റുകൾ അല്ലെങ്കിൽ ധാരാളം ഹോസ്റ്റ് പ്ലാന്റുകൾ, ലാർവൽ ഹോസ്റ്റ് പ്ലാന്റുകളുള്ള ഒരു നീലിശലഭമാണ്. പനിനീര് മുതൽ ഒരുപാട് പൂവം, അങ്ങനെയുള്ള ധാരാളം ഒരുവിധം ചെറിയ ചെറിയ ചുവന്ന തളിരുകളിലെല്ലാ ഒരുവിധം ചെടികളെല്ലാം തന്നെ ഇതിന്റെ ഒരു ഫുഡ് പ്ലാന്റ് ആയിട്ട് പറയാം. പക്ഷെ അതേസമയം പ്ലെയിൻ എഡ്ജ് ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ കാടുകളിലാണ് കാണുന്നത്. കാടുകൾക്ക് പുറത്ത് നമ്മളെ നാട്ടിൻ പ്രദേശത്ത് നിന്നും, കാടുകളോ അടുത്ത പ്രദേശത്ത് കണ്ടേക്കാം, പക്ഷെ നമ്മളുടെ പ്രദേശങ്ങളിലേക്കൊന്നും തന്നെ പ്ലെയിൻ എഡ്ജ് ബ്ലൂ ഇല്ല. പക്ഷെ കാട്ടിൽ പോകുമ്പോൾ, നമ്മൾ സർവേക്കെല്ലാം പോകുമ്പോൾ ഇവ രണ്ടും പരസ്പരം നമുക്ക് അറിയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരു സ്പോട്ട്, അതായത് ഈ V7 എന്ന് പറയും അവസാനത്തെ ഈ ഒരു ഭാഗത്തെ സ്പേസ്, ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടാവും, ഒരു ബേസൽ സ്പോട്ട്. ബേസ് എന്നാണ് ഈ ഏരിയക്ക് നമ്മൾ പറയുക. വിങ്ങിന്റെ ഏറ്റവും താഴ്ന്ന ഈ സ്ഥലം, അല്ലെങ്കിൽ ഈ ഒരു വിങ് തുടങ്ങുന്ന സ്ഥലം, ഈ ബേസ്, ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ ആ സ്പോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂല പ്ലെയിൻ എഡ്ജ് ബ്ലൂയിൽ. അതൊന്ന്. പിന്നെ ഈ ഒരു സ്പോട്ടുകളെല്ലാം അത്രയൊന്നും അധികം ഒബ്ലീക്ക് ആയിട്ട് അല്ലെങ്കിൽ ചരിഞ്ഞ് നീണ്ടിട്ട് വരൂല പ്ലെയിൻ എഡ്ജ് ബ്ലൂയിൽ. പക്ഷെ കോമൺ എഡ്ജ് ബ്ലൂയിൽ അത് വളരെ ഒബ്ലീക്ക് ആയിട്ട് ഇങ്ങനെ നേരെ കുത്തനെ വരച്ച പോലെ ഉണ്ടാവും. ഇവിടെയും ഒരു സ്പോട്ട് ഉണ്ട്, അതും. ഈ പ്ലെയിൻ എഡ്ജ് ബ്ലൂയിൽ ഇതൊക്കെ ഒരേമാതിരി ഏകദേശം വരും. ഈ ഒരു ആർക്ക് ഒരു കറക്റ്റ് ആയിട്ട് ഏകദേശം വരും. പക്ഷെ ഇവിടെ അങ്ങനെ വരൂല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് പ്ലെയിൻ എഡ്ജ് ബ്ലൂവും കോമൺ എഡ്ജ് ബ്ലൂ അണ്ടർ സൈഡ് കൊണ്ട് തിരിച്ചറിയാം. അപ്പർ സൈഡിലും വ്യത്യാസമുണ്ട്, ഇതിപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അണ്ടർ സൈഡ് ആണ് എപ്പോഴും നമ്മൾ എഡ്ജ് ബ്ലൂവിന്റെ അപ്പർ സൈഡ് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കാണാറുള്ളൂ. അണ്ടർ സൈഡ് കണ്ടാൽ എളുപ്പത്തിൽ ഇവയെ തിരിച്ചറിയാം. ഈ ബേസൽ സ്പോട്ട് ഓർമ്മിച്ചാൽ മതി ഒന്ന്. ചിലപ്പോൾ അപൂർവമായിട്ടൊക്കെ ബേസൽ സ്പോട്ടുകളിൽ എന്തെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടും ഈ ഒരു സ്പോട്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം. അതേപോലെ പലപ്പോഴും പലർക്കും അല്ലെങ്കിൽ തുടക്കക്കാർക്കൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള രണ്ട് ശലഭങ്ങളാണ് മലയനും വാക്കറും. സ്വാഭാവികമായിട്ടും കുറച്ച് നോക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും തെറ്റാൻ സാധ്യത കുറവാണ്. എങ്കിലും ഈ മലയന്റെ ഈ കോസ്റ്റൽ ഏരിയയിൽ, അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫോർമിങ്ങിന്റെ മുൻചിറകിന്റെ ഈ സ്ഥലങ്ങളിൽ കുറെ ഡോട്ടുകൾ ഇങ്ങനെ ഉള്ളിലേക്ക് കാണാം. 1, 2, 3, 4 എണ്ണം കാണാം. പക്ഷെ ക്വാക്കറിന് ഇവിടെയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കോസ്റ്റൽ ഈ മാർക്കിങ്സ് ഉണ്ടാവില്ല. പിന്നെ ക്വാക്കറിന്റെ മൊത്തത്തില് അതൊരു ഉരുണ്ട ചിറകുകൾ, വളരെ റൗണ്ടഡ് ആണ്. മലയൻ അങ്ങനെയല്ല, കുറച്ച് ആംഗിൾഡ് ആയിട്ടുള്ള ചിറകുകളാണ്. പിന്നെ ഈ സ്പോട്ട് 7ലുള്ള ഈ ഒരു വലിയ സ്പോട്ട്, അത് മലയനിൽ ചെറുതായിരിക്കും. ക്വാക്കറിൽ അത് വളരെ എന്താണ് പറയുക, വളരെ വ്യക്തമായി വലുതായിരിക്കും. വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ക്വാക്കറിന്റെ പ്രത്യേകത. പിന്നെ ക്വാക്കർ വളരെ ഭംഗിയുള്ള വെളുത്ത നിറം, നല്ല വൈറ്റ് ആയിരിക്കും. മലയിൽ പലപ്പോഴും അങ്ങനെ അത്രമാത്രം വെളുത്തിട്ടായിരിക്കില്ല അതിന്റെ ഒരു അണ്ടർ സൈഡ്, കുറച്ച് ഷാബി ആയിരിക്കും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നതിന്റെയാണ് ഇത് രണ്ട്. പിന്നെ സെറൂലിയൻസിലേക്ക് വന്നാൽ, നമ്മളുടെ സെറൂലിയൻസ് എന്ന് പറയുന്ന പൊട്ടുവാലാട്ടികൾ, നമ്മളുടെ കോമൺ സെറൂലിയൻ ആണ് നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നത്. നമ്മുടെ നാട്ടില് ധാരാളമായിട്ടുള്ളത്, കാട്ടിലും ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടില് സത്യത്തില് മെറ്റാലിക് സെറൂലിയനും ധാരാളം ഉണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ കാണാതിരിക്കുന്നതാണ്. ഒരു അല്പം ശ്രദ്ധിച്ചാൽ പലപ്പോഴും ചില സ്ഥലങ്ങളിൽ ഇതിന്റെ ഫുഡ് പ്ലാന്റുകളുള്ള കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ ആ സ്പൈറൽ ജിഞ്ചർ അതേമാതിരിയൊക്കെ ഉള്ള പിന്നെ ഈ ഒരു കാട്ട് ഏലം പോലെയുള്ള ഈ കാവുകളിലൊക്കെ ഉണ്ടാവും. അതിൽ ധാരാളമായിട്ട് അതിന്റെ പൂ ഒരു ചക്ക പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ ഉള്ളിലൊക്കെ വെള്ളം നിറഞ്ഞു കിടന്നാൽ പോലും അതിന്റെ ഉള്ളിൽ, വെള്ളത്തിന്റെ ഉള്ളിലൊക്കെ പ്യൂപ്പ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും. ഈ മഴക്കാലത്തൊക്കെ വെള്ളമൊക്കെ അതിൽ നിറഞ്ഞു കിടന്നാലും ഈ മെറ്റാലിക് സെറൂലിയന്റെ പ്യൂപ്പ അതിന്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ മെറ്റാലിക് സെറൂലിയനും നമ്മുടെ നാട്ടില് കുറച്ച് കാവുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ച് മരങ്ങളും ഒക്കെ ഉള്ള ഇത്തരം ഈ ചെടികളുള്ള സ്ഥലത്ത്, അതായത് നമ്മളുടെ കാട്ടിഞ്ചി പോലെയുള്ള ചെടികള്, കാട്ടേലം പോലെയുള്ള ചെടികളുള്ള സ്ഥലത്ത് മെറ്റാലിക് സെറൂലിയൻ എന്തായാലും ഉണ്ടാവും.
അത് അധികവും ആ ഒരു ഫുഡ് പ്ലാന്റിനോട് ചുറ്റിപ്പറ്റിയ ആ ഒരു ഏരിയ തന്നെയാണ് പലപ്പോഴും കാണാറുള്ളത്. കോമൺ സെറൂലിയൻ പയർ വർഗ്ഗങ്ങളിലൊക്കെ മുട്ടയിടുന്നതാണ്, വളരെ കോമൺ ആണ്. പിന്നെയുള്ള ഡാർക്ക് സെറൂലിയൻ, ഇതും പയർ വർഗ്ഗങ്ങളിൽ തന്നെയാണ് മുട്ടയിടുക. കാട്ടുപയറാണ് ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഫുഡ് പ്ലാന്റ്. നമ്മുടെ ചീമക്കൊന്ന എന്ന് പറയുന്നതിന്റെ പൂവിലും ഇത് ഫീഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു ബാൻഡ്, ഇവിടെയുള്ള ഈ ഒരു ബാൻഡ്, ഇതാണ് ഒരു മെയിൻ ആയിട്ടുള്ള, ഇതൊരു വളരെ കണ്ടിന്യൂസ് വൈറ്റ് ബാൻഡ് ആയിരിക്കും കോമൺ സെറൂലിയനിൽ, ഏകദേശം ഒരു സ്ട്രേറ്റ് ആയിരിക്കും. പക്ഷെ അതേസമയം മെറ്റാലിക്കിൽ ഇത് ഇവിടെ മുറിയും, കുറച്ച് ആംഗിൾഡ് ആയിരിക്കും ഈ ബാൻഡ്, പക്ഷെ മുറിയുകയും ചെയ്യും ഈ ഒരു സ്ഥലം. ഇവിടെ ഈ ഡാർക്കില് എന്താ വെച്ചാൽ ഈ ബാൻഡുകളെല്ലാം തന്നെ വളരെ വ്യക്തമായിരിക്കും, അവ്യക്തമായ അല്ലെങ്കിൽ അത്രയൊന്നും കോൺസ്പിക്കസ് ആയിട്ടുള്ള ബാൻഡുകളായിരിക്കില്ല. വളരെ ഇതായിട്ടുള്ള ബാൻഡുകളാണ് അവ. 1, 2, 3 സ്ഥലങ്ങളിലായിട്ട് മുറിഞ്ഞതായിട്ട് കാണുകയും ചെയ്യാം. ഇത്ര വൈറ്റിഷ് ആയിരിക്കുകയല്ല ബാൻഡ്. പിന്നെ ഈ സ്ഥലത്ത് ഒരു ചെറിയ 2-3 സ്പോട്ടുകൾ കോമണിൽ കാണാം, അതവിടെ ഇല്ല. ഈ സ്പോട്ടുകൾ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് കോമൺ അല്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ ഇത് രണ്ടും നോക്കിയാൽ മതി. ഇത് രണ്ടിലും ഈ വൈറ്റിഷ് കുറവുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ബാൻഡിൽ ഇത്രയും വൈറ്റ് ഇല്ലാത്തതാണെങ്കിൽ അത് നമ്മളുടെ ഡാർക്ക് ആയിരിക്കും. പിന്നെ ഈ ലൈൻ ബ്ലൂ ഒക്കെ ആയിട്ട് തെറ്റിപ്പോകുന്നതിന് ആണ് ഈ ഒരു സ്ഥലത്തുള്ള ഈ ടോണൽ സൈഡിൽ ഈ സെറൂലിയൻസിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ബാൻഡ് എല്ലാ സ്ഥലത്തും കാണാം. ഈ ലൈൻ ബ്ലൂസിന് ആ ബാൻഡ് ഉണ്ടാവില്ല. ഡാർക്ക് സെറൂലിയൻ കുറച്ചുകൂടി ചെറിയൊരു ശലഭമാണ്, വളരെ ചെറുതാണ്. കോമൺ സെറൂലിയനും മെറ്റാലിക്കും കുറച്ച് വലിയ, കോമൺ സെറൂലിയനും മെറ്റാലിക്കും ഏകദേശം ഒരേ വലുപ്പമുള്ളതാണ്. അതിലൊക്കെ വളരെ ചെറിയ സൈസാണ് ഡാർക്ക് സെറൂലിയൻ. ഇവിടെ അപ്പർ സൈഡ് നോക്കുകയാണെങ്കിലും നമുക്ക് ഡാർക്ക് സെറൂലിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള നീലയാണ്. ചെറിയ ശലഭമാണെങ്കിലും അത് ഇങ്ങനെ പറക്കുമ്പോൾ ആ ഒരു നീല നമുക്ക് വളരെ കണ്ണിലടിക്കുന്ന ഒരു നീല നമുക്ക് കാണാൻ സാധിക്കും. അതിലും കുറച്ചുകൂടി കുറഞ്ഞ ഒരു നീലയാണ് മെറ്റാലിക് സെറൂലിയൻ. വളരെ ഇളം നീലയാണ് നമ്മളുടെ കോമൺ സെറൂലിയന്റെ അപ്പർ സൈഡ്. പിന്നെയുള്ളത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഒന്നും ഇപ്പം അധികം ആൾക്കും വരാറില്ല, തുടക്കക്കാർക്കൊക്കെ വന്നേക്കാം. ഗ്രാസ് ബ്ലൂസ് ആണ്. ഗ്രാസ് ബ്ലൂസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ശലഭങ്ങളാണ് ഇവ. അതിൽ കുറച്ചെങ്കിലും വലുപ്പമുള്ളത് നമ്മളുടെ പെയിൽ ഗ്രാസ് ബ്ലൂ എന്ന് പറയുന്ന ശലഭത്തിനാണ്. ബാക്കി ഈ ഡാർക്ക് ഗ്രാസ് ബ്ലൂ, ലെസർ ഗ്രാസ് ബ്ലൂ, പിന്നെ ടൈനി ഗ്രാസ് ബ്ലൂ നമുക്കറിയാം വളരെ ചെറുതുമാണ്. ഏകദേശം ഡാർക്ക് ഗ്രാസ് ബ്ലൂവും ലെസർ ഗ്രാസ് ബ്ലൂവും ടൈനിയും ഏകദേശം ഒരേ വലുപ്പത്തിൽ വളരെ ചെറിയ ശലഭങ്ങളാണ്. പെയിൽ ഗ്രാസ് ബ്ലൂ കുറച്ച് സൈസ് കൂടിയതാണ്. പിന്നെ പെയിൽ ഗ്രാസ് ബ്ലൂ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സില് നമ്മുടെ തീരദേശ മേഖലകളിലൊന്നും അങ്ങനെ കണ്ടുവരുന്ന ഒരു ശലഭമല്ല. നമ്മുടെ കാടുകളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹൈ എലിവേഷൻ തുടങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഡാർക്ക് ഗ്രാസ് ബ്ലൂവും പെയിൽ ഗ്രാസ് ബ്ലൂവും മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് അവയുടെ അണ്ടർസൈഡിന്റെ കളർ തന്നെയാണ് ഒരു പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അണ്ടർസൈഡ് ആണെങ്കിൽ, കാരണം പെയിൽ ഗ്രാസ് ബ്ലൂവിൻ്റെ കുറച്ച് പെയിലായിരിക്കും അണ്ടർസൈഡ്, ഡാർക്ക് കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. ലെസർ ഗ്രാസ് ബ്ലൂ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ തന്നെയായിരിക്കും അണ്ടർസൈഡ്. പക്ഷെ ഈ ഒരു സ്പോട്ട്സ്, അതായത് ഇവിടെ ഒരു വലിയ ഒരു കർവ് ഓഫ് സ്പോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കുത്തുകളുടെ ഒരു വലിയ കർവ് ഉണ്ട്. ഈ കർവ് വളരെ കണ്ടിന്യൂസ് ആണ്, ഇതിൽ കണ്ടിന്യൂസ് ആണ്, ഇവിടെ കണ്ടിന്യൂസ് ആണ്. പക്ഷെ ലെസറില് ഈ ഒരു സ്പോട്ട് താഴോട്ട് ഇറങ്ങിക്കിടക്കും. ഈ 6ലുള്ള സ്പോട്ട് താഴോട്ട് ഇറങ്ങിക്കിടക്കും. അതാണ് ലെസർ വളരെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു സ്പോട്ട് താഴോട്ട് ഇറങ്ങിക്കിടന്നാൽ അത് ലെസർ ആണെന്ന് ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡാർക്ക് ആണോ, പെയിലാണോ, ടൈനി ആണോ നോക്കണം. ടൈനിക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്പോട്ട്, ഒരു വി അല്ലെങ്കിൽ വി തിരിച്ചിട്ട് ഒരു മുകളിലോട്ട് ഒരു ഏരോ മാർക്കിന്റെ മാതിരിയുള്ള ഒരു ക്രസന്റ് മാർക്ക് കാണാം. ഈ ക്രസന്റ് മാർക്ക് വേറെ ഒന്നിനും ഉണ്ടാവില്ല. സോ ഇങ്ങനെ ഒരു ക്രസന്റ് മാർക്കിന്റെ ടൈനി ആണെന്ന് ഉറപ്പിക്കാം. ഈ
ആറിലുള്ള സ്പോട്ട് അത് താഴ്ന്നു കിടന്നാൽ അത് ലെസറാണെന്ന് ഉറപ്പിക്കാം. പിന്നെ ഇവ രണ്ടും മാത്രമാണ് നമുക്ക് പലപ്പോഴും വ്യത്യാസം വരിക. പക്ഷേ ഇത് രണ്ടും ഏകദേശം ഒരേ സ്ഥലത്ത് കാണുന്നത് വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ പെയിൽ ഗ്രാസ് ബ്ലൂ കുറച്ച് നന്നായി പെയിലായിരിക്കും അണ്ടർ സൈഡ്, ഡാർക്ക് ഗ്രാസ് ബ്ലൂ അങ്ങനെയായിരിക്കും. പിന്നെ അപ്പർ സൈഡ് ഇവിടെ ഭയങ്കര വ്യത്യാസമുണ്ട്. പെയിൽ ഗ്രാസ് ബ്ലൂവിന്റെ അപ്പർ സൈഡ് എന്ന് പറയുന്നത് വളരെ പെയിലാണ്, ഈ ഒരു നീല നിറം. ഡാർക്ക് ഗ്രാസ് ബ്ലൂവിൻ്റെത് നല്ല ഡാർക്കാണ്. ഫീമെയിൽ ആണെങ്കിൽ ഫുള്ള് ഈ ഒരു ഡാർക്ക് കളറായിരിക്കും, നീല ഉണ്ടാവില്ല. പിന്നെ ഇവയുടെയൊക്കെ അപ്പർ സൈഡുകളൊന്നും നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അണ്ടർ സൈഡ് നോക്കിയിട്ട് വേഗത്തിൽ തിരിച്ചറിയാം. പിന്നെ പിറോസ് ആണ്. പിറോസ് എന്ന് പറയുന്ന സമയത്ത് കോമൺ പേര് എന്ന് പറയുന്നത് നമുക്ക് വളരെ കോമൺ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ എലന്തയാണ്, അല്ലെങ്കിൽ നമ്മളുടെ തൊളരി എന്നൊക്കെ പറയുന്ന സസ്യമാണ് അതിന്റെ ഫുഡ് പ്ലാന്റ് ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സ്പോട്ടാണ് നമ്മൾ എല്ലാത്തിനും ഒന്ന് നോക്കിയാൽ മതി. അണ്ടർ സൈഡ് ബാക്കി ഒരുപാട് സ്പോട്ടൊക്കെ ഇതിലുണ്ടെങ്കിൽ കൂടി ഈ ഒരു സ്പോട്ടിനെ വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയുള്ള ഈ സ്പോട്ട് ആംഗിൾഡ് ആയതിനെ കൊണ്ടാണ് ഇതിനെ നമ്മൾ ആംഗിൾഡ് പിയറോ എന്ന് വിളിക്കുന്നത്. ഇത് വൻതുടലി തന്നെയാണ് പൊതുവെ ഇതിന്റെ ഒരു ഫുഡ് പ്ലാന്റ്. ചെറുതുടലിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. വൻതുടലിയിൽ ആണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ചെറുതുടലിയിൽ ആണ് ധാരാളം കാണുന്നത്. പിന്നെ ചെറുതുടലിയിലാണ് ഈ ഒരു ബാൻഡഡ് ബ്ലൂ പിയറോ എന്ന് പറയുന്ന ഇത് കാണുന്നത്. ഇതിന്റെ ഈ ഒരു ബാൻഡ് നോക്കിയാൽ മതി. അതൊരു കേർവ്ഡ് ആയിട്ടാണ് വരുന്നത്, നേരെ ഇങ്ങനെ. ഇത് നേരെ ഇങ്ങനെ ആംഗിൾ ആയിട്ടാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റിലാന്ന് വെച്ചാൽ അത് കുത്തനെ വരുന്നത് നമ്മളെ എൽബോഡ് പിയറോ എന്ന് പറയും. സ്ട്രെയിറ്റ് വരുന്നത് നമ്മൾ സ്ട്രെയിറ്റ് പിയറോ എന്ന് പറയും. ഈ ബാൻഡ് നോക്കിയിട്ടാണ് അങ്ങനെ പേരുകൾ കൊടുക്കുക. അപ്പൊ ഇതൊരിക്കലും മാറിപ്പോവില്ല, കോമൺ പിയറോ. പിന്നെ ഇത് രണ്ടും ആണ് നിങ്ങൾക്ക് മാറാൻ സാധ്യതയുള്ളത്. ഈ ഒരു ബാൻഡ് നോക്കിയാൽ നമുക്കറിയാം. ഇതിങ്ങനെ കേർവ്ഡ് ആയിട്ട് വരുന്ന ബാൻഡ്. ഈ രണ്ട് ബാൻഡും ഇങ്ങനെ ഏകദേശം ഒരു പാരലൽ ആയിട്ട് വരുന്നുണ്ട്. അതൊരിക്കലും ആംഗിൾഡ് പിയറോയിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് മാറിപ്പോവാൻ പെട്ടെന്ന് മാറാനുള്ള സാധ്യത ഒന്ന് കോർണേലിയൻ എന്ന് പറയുന്ന ശലഭം, കോമൺ ഗുവാ ബ്ലൂ, ലാർജ് ഗുവാ ബ്ലൂ. ഇവരെല്ലാം തന്നെ ഈ മൂന്ന് ശലഭങ്ങളും അവരുടെ ഒരു ലൈഫ് ഹിസ്റ്ററിയും സമാനമാണ്. മറ്റ് ലൈക്കനേരിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില കായകളുടെയും പഴങ്ങളുടെയൊക്കെ ഉള്ളില് ആണ് ഇവരുടെ ലാർവകള് വളരുന്നതും പ്യൂപ്പേറ്റ് ചെയ്യുന്നതും അവരുടെ പിന്നെ ഒരു ഏർലി സ്റ്റേജസ് പൂർത്തീകരിക്കുന്നു. ഈ കോർണേലിയൻ എന്ന് പറയുന്ന സോപ്പും കായ, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കൊന്നാരസ് വൈറ്റി പോലെയുള്ള ചെടികളുടെ കായകളിലാണ് മുട്ടയിടുന്നത്. ആ ലാർവ ആ കായ തുറന്ന് ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം, നമ്മുടെ എഡിബിൾ ആയിട്ടുള്ള ഭാഗം തിന്നിട്ട് ആ തോട് അങ്ങനെ തന്നെ വെക്കും. അതിന് പുറത്തേക്ക് കാഷ്ടിക്കാനൊക്കെ ഉള്ള ഒരു പോയ ദ്വാരത്തിൽ കൂടെ അവിടെ ആനസ് വെച്ചിട്ട് പിൻഭാഗം അവിടെ കറക്റ്റാക്കി വെച്ചിട്ട് പുറത്തേക്ക് കാഷ്ടിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ പ്യൂപ്പേറ്റ് ചെയ്തിട്ട് പിന്നീട് ആ ഒരു ദ്വാരത്തിലൂടെ പുറത്തു വരിക ചെയ്യും, ശലഭം പുറത്തു വരിക ചെയ്യും. കോമൺ ഗുവാ ബ്ലൂ എന്ന് പറയുന്നത് പേരയിലൊക്കെ ഇത് ഫീഡ് ചെയ്യുന്നുണ്ട്, പോമഗ്രാനേറ്റിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. ലാർജ് ഗുവാ ബ്ലൂ എന്ന് പറയുന്നത് കുറച്ചുകൂടി കട്ടിയുള്ള നമ്മുടെ എന്തായിരുന്നു മലങ്കാര എന്ന് പറയുന്ന ഒരു അതെ, അതിന്റെ വളരെ ഉറപ്പുള്ളൊരു കായാണത്. അത് തുറന്നിട്ടാണ് ആ ഒരു ലാർവ ഉള്ളിൽ പോയിട്ട് ആ ഒരു ഏർലി സ്റ്റേജസ് എല്ലാം പൂർത്തീകരിച്ച് പുറത്തു വരുന്നത്. ഇതിൽ കോർണേലിയന്റെ ഈ ഒരു ബാൻഡ് നോക്കിയാൽ മതി. ഈ ബാൻഡ് കണ്ടിന്യൂസ് ബാൻഡാണ്. കോമൺ ഗുവാ ബ്ലൂവില് ഈ ബാൻഡുകൾ ഏകദേശം ചെറിയ ചെറിയ വൃത്തങ്ങൾ യോജിപ്പിച്ച പോലെ ഉണ്ട്. ഓവലായിട്ടുള്ള വൃത്തങ്ങൾ യോജിപ്പിച്ച പോലെ ഉണ്ടാവുക. അതാണ് മെയിൻ ആയിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. കോമൺ ഗുവാ ബ്ലൂ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. പക്ഷെ അതൊക്കെ ചെറിയ ചേഞ്ചസ് എല്ലാം വരാം.
കോർണീലിയൻ കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആണ് അതിന്റെ ഒരു കളർ. അപ്പർ സൈഡിലൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഇതിന് ചുവപ്പാണ്, അത് നീലയാണ്, അത് വേറെ കാര്യം. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു എക്സ്ട്രാ സ്പോട്ട് ഉണ്ടാവും ലാർജ് ഗുവാ ബ്ലൂവിൽ. ഇപ്പൊ കോമൺ ഗുവാ ബ്ലൂവും ലാർജ് ഗുവാ ബ്ലൂവും നോക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടിയും കളറുകളൊക്കെ കുറച്ചുകൂടിയും വ്യത്യാസമുണ്ടെങ്കിൽ കൂടി ഈ ഒരു എക്സ്ട്രാ സ്പോട്ട് ഇവിടെ ഒരു ബേസിനോട് അടുത്തുള്ള ഒരു സ്പോട്ട് ഗുവാ ബ്ലൂവിൽ കോമണിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഈ 3 ശലഭങ്ങൾ ഏകദേശം പെട്ടെന്ന് മാറിപ്പോവാൻ കുറച്ചൊക്കെ സാധ്യതയുള്ളവയാണ്. പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ഇവ 3 നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. പിന്നെ ഈ ലാർജ് ഗുവാ ബ്ലൂവിനെയൊക്കെ പലപ്പോഴും നമ്മൾ ഫീൽഡിലൊക്കെ കാണുന്നത് വളരെ അപൂർവമാണ്. കോമൺ ഗുവാ ബ്ലൂവിനെ ഈ സമയത്തൊക്കെ കുറച്ചൊക്കെ കാണാം. കോർണീലിയന് അത്യാവശ്യമൊക്കെ കാണാം നമ്മുടെ ചെങ്കൽ കുന്നുകളിൽ, പ്രത്യേകിച്ചും ഈ കൊർണാരസ് ധാരാളമുള്ള ഇടനാടൻ ചെങ്കൽ കുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കോർണീലിയൻ ധാരാളമുണ്ട്. പിന്നെ സിൽവർ ലൈൻ ആണ്. സമയമായോ വി സിയെ? ഹലോ വി സി സാറേ, സ്ക്രീന് കിട്ടുന്നില്ലല്ലോ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ കാണുന്നില്ല. ഇല്ല സ്ക്രീൻ കാണുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ട് വി സി. കാണുന്നില്ലേ? ഉണ്ട്. നമുക്കൊരു ഒരു 10 മിനിറ്റ് കൂടി എടുക്കാം. ഓക്കെ. പിന്നെ നമ്മള് സിൽവർ ലൈൻസ് ആണ്. സിൽവർ ലൈൻസ് കോമൺ സിൽവർ ലൈൻ എല്ലാവർക്കും അറിയാം. കോമൺ സിൽവർ ലൈന് ഇത് പ്ലംബിയസ് അഥവാ അപ്പർ സൈഡ് വെച്ചിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കോമൺ സിൽവർ ലൈനിന്റെ അപ്പർ സൈഡില് നീല സ്കെയിലുകൾ ഉണ്ടാവില്ല. പക്ഷെ ഈ പ്ലംബിയസിന്റെ അപ്പർ സൈഡില് നീല സ്കെയിലുകൾ കാണാൻ സാധിക്കും. അതായത് നീല നിറം ഉണ്ടാവും. നീല നിറമുള്ള ഒരു സിൽവർ ലൈൻ ആണ്. അണ്ടർ സൈഡ് കോമൺ പോലെ ആണെങ്കിൽ അത് പ്ലംബിയസ് ആണെന്ന് ഉറപ്പിക്കാം. മുകളിൽ നീല നിറം ഇല്ലെങ്കിൽ നമുക്ക് കോമണിനെയും അത് കോമൺ ആണെന്നും ഉറപ്പിക്കാം. പിന്നെ ലോങ് ബാൻഡഡ് ആണ്. നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സിൽവർ ലൈൻ എന്ന് പറയുന്നത് കോമണിനേക്കാളും നമ്മൾ ലോങ് ബാൻഡഡ് ആണ്. ലോങ് ബാൻഡഡിന്റെ അപ്പർ സൈഡ് ഭയങ്കര വ്യത്യാസമാണ്. ഓറഞ്ച് ഒന്നും തീരെ ഈ ഭാഗത്ത് ഓറഞ്ച് ഒന്നും ഉണ്ടാവില്ല, നല്ല ഡാർക്ക് ബ്ലൂ ആണ്. പിന്നെ ഈ ഒരു ബാൻഡാണ് എപ്പോഴും ലോങ് ബാൻഡ് ശ്രദ്ധിക്കേണ്ടത്. ഇവ പരസ്പരം യോജിച്ചും അല്ലെങ്കിൽ യോജിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വി ഫോം ചെയ്തിട്ടുണ്ടാവും. ഒരു വി ഫോം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ അത് വി ഫോം ചെയ്യില്ല. ഇത് ഏകദേശം പാരലലാണ്. ഇത് രണ്ടും പാരലലാണ്. ഇവിടെ അങ്ങനെയല്ല. ഇതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം. ബാക്കി ഐഡീസിനേക്കാൾ ഏറ്റവും എളുപ്പം ലോങ് ബാൻഡഡിന് മനസ്സിലാക്കാൻ ഇതാണ്. ലോങ് ബാൻഡഡ് ഇപ്പൊ തന്നെ മനസ്സിലാവാം. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ ബാക്കി ഇതൊന്നും നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ. ഇത് ഷോർട്ട് സിൽവർ ലൈൻ ആണ്. ഇത് നമുക്ക് ഇവിടെ ഒന്നും ഇല്ല, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണുള്ളത്. ഇത് സ്കാഷ് ഷോട്ട് ആണ്. ഇത് തമ്മിലുള്ള ഇവിടത്തെ ഒരു നീല എക്സ്ട്രാ, ഇത് ഇവിടം വരെ നീലേ ഉള്ളൂ. ഇവിടെ മുകളിലോട്ടും കൂടി നീല നിറമുണ്ട്. അങ്ങനെ മാത്രമേ ഇവയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. സ്കാഷ് ഷോട്ട്, കോമൺ ഷോർട്ട് സിൽവർ ലൈൻ. ഇത് രണ്ട് കുറച്ച് നമുക്ക് ഇവിടെ ഇല്ല, ബാംഗ്ലൂരെല്ലാം നമുക്ക് കാണാറുണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ ഈ സ്കാഷ് ഷോട്ട് സിൽവർ ലൈന് കൺസൾട്ടും കാണാം. പിന്നെ നമ്മുടെ ഓക്ക് ബ്ലൂസ് ആണ്. ഓക്ക് ബ്ലൂസ് നമുക്ക് 6 ഓക്ക് ബ്ലൂസ് ഉണ്ട്. എല്ലാവർക്കും അറിയണ്ടാവും. സെന്റോർ ഓക്ക് ബ്ലൂ, ഇത് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാനറ ഓക്ക് ബ്ലൂവും ഈ ലാർജ് ഓക്ക് ബ്ലൂവും തമ്മിലാണ് കുറച്ചെങ്കിലും വ്യത്യാസം വരാൻ അല്ല ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ലാർജ് ഓക്ക് ബ്ലൂ കുറച്ച് വലുതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഡോട്ടുകൾ നോക്കിയാൽ മതി. ഈ ഡോട്ടുകൾ ഒരു ചെറിയ വൈറ്റിന്റെ ഉള്ളിലുള്ള കറുപ്പ് ഡോട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അധികവും ഈ കറുപ്പിന്റെ ഉള്ളിൽ ഒരു ചെറിയ കളറായിരിക്കും ഉണ്ടാവുക. ഈ നമ്മുടെ ലാർജ് ഓക്ക് ബ്ലൂവിന് വൈറ്റ് മോൾഡുള്ള വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു മാർജിനേ ഉണ്ടാവുള്ളൂ. പിന്നെ ചെറിയ ഡോട്ടുകളായിരിക്കും. ഇത് നോക്കിയാൽ മതി ഏകദേശം. അതായത് ഈ കഷ്ണമുള്ള അല്ലെങ്കിൽ വാലൊക്കെ പൊട്ടിപ്പോയതൊക്കെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഒരു ഡോട്ടിന്റെ ആവശ്യകത വരിക. പിന്നെ മെനിറ്റെയിൽഡ് എന്ന് പറഞ്ഞാൽ ധാരാളം വാലുകളുള്ള എന്നുള്ള പേരിന്റെ അർത്ഥത്തിലുള്ള നമ്മളെ മെനിറ്റെയിൽഡ് ഒരിക്കലും മാറിപ്പോവാത്ത ഒരു ശലഭമാണ്. പക്ഷെ ഈ വാലൊക്കെ പൊട്ടിപ്പോയാൽ
നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഈ ഡോട്ട്സ് നമ്മൾ നോക്കുക. പിന്നെ അബരന്റ് ഡോഗ് ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് അറിയാം. അബരന്റ് ഡോഗ് ബ്ലൂ വളരെ റെയർ ആണ്. നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിൽ ആറളത്തുണ്ട്, ജാനകിക്കാട്ടിലൊക്കെ റെക്കോർഡ്സ് ഉണ്ട്. പക്ഷെ വളരെ റെയർ ആയിട്ട് കാണുന്നതാണ്. അത് ആകെ മൊത്തം അതിന്റെ ഡിസൈൻസ് എല്ലാം വ്യത്യാസമാണ്, ഒരിക്കലും മാറിപ്പോകില്ല. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ആറളത്തും ഇവിടെയൊക്കെ ധാരാളമായിട്ട് കാണുന്നതും അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം ചെങ്കൽക്കുന്നുകളിൽ കാണുന്നതായിട്ടുള്ള ഒരു ശലഭമാണ് തമിഴ് ഓഗ്ലു. അത്ര കോമൺ ഒന്നുമല്ല. പക്ഷെ ഉങ്ങ്, നമ്മുടെ ഈ ഒരു ഹോപ്പിയ പൊങ്ക എന്ന് പറയുന്ന ഉങ്ങാണ് അതിന്റെ ഒരു ലാർവ ഭക്ഷണ സസ്യം. അതുകൊണ്ട് അതിലുള്ള എറണാകുളം ചെങ്കൽക്കുന്നുകളിലൊക്കെ ഈ ഒരു ശലഭം കാണാം. ഇതും ഈ ഒരു വൈറ്റ് ഏരിയാസും ഈ ഭാഗത്തെ പിഞ്ചിറങ്ങിൻ്റെ ഉള്ള ഈ ഒരു പ്രത്യേക ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും മാറിപ്പോവാൻ സാധ്യതയുള്ള ശലഭമല്ല. പിന്നെ സിലിയേറ്റ് ബ്ലൂ ആണ്. 2 സിലിയേറ്റ് ബ്ലൂ ഉണ്ടെന്ന് പറഞ്ഞു. അതില് കോമൺ ആണ് ഇതിന് പോയിന്റഡ്. ഈ ഒരു പോയിന്റ് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഡോട്ടാണ് നമ്മൾ നോക്കേണ്ടത്, പോയിന്റഡ് അല്ല. ഈ ഒരു ഡോട്ട് ഇവിടെ നമുക്ക് ഈ പോയിന്റഡ് സിലിയേറ്റ് ബ്ലൂവിൽ മാത്രമേ കാണുള്ളൂ. ഇവിടെ ആ ഒരു ഡോട്ട് ഉണ്ടാവില്ല. ഇത് കോമൺ സിലിയേറ്റ് ബ്ലൂ. അത് ഓർമ്മിച്ചാൽ മതി. അതിന്റെ ടെക്സ്ചർ എല്ലാം വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സ്പോട്ടിനെയാണ്. അപ്പൊ അത്രയേ ഞാൻ അതിനിടയിൽ ഒരു സ്ലൈഡ് ഞാൻ ഇപ്പുറത്ത് മാറിപ്പോയി, അതുകൂടി പറയാം. നമ്മുടെ ട്രാൻസ്പാരന്റ് 6 ലൈൻ ബ്ലൂ, ഒപ്പേക് 6 ലൈൻ ബ്ലൂവും അതും പലരും ഇടയിൽ ചോദിക്കുന്നതാണ്. ലൈൻ ബ്ലൂസ്, ഒരുപാട് ലൈൻ ബ്ലൂസ് ഉണ്ട്, അതിലേക്കൊന്നും ഇപ്പൊ സമയമില്ല നമുക്ക് പോകാൻ. ഈ ട്രാൻസ്പാരന്റ് 6 ലൈൻ ബ്ലൂവിന്റെ ഈ ഒരു ബാൻഡ് നമ്മൾ നോക്കിയാൽ അത് കുറച്ചുകൂടി നല്ല വൈറ്റിഷ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ബാൻഡ് ആയിരിക്കും. പിന്നെ ഈ ഒപ്പേക്കില് ഈ ബാൻഡ് അത്രയും വൈറ്റിഷ് ആയിരിക്കില്ല. ഈ ബാൻഡിന്റെ വൈറ്റ് കളർ തന്നെയാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ. രണ്ടാമത്തത് എന്താ വെച്ചാൽ ഈ ഒരു മൊത്തത്തില് ഈ എല്ലാ ലൈനുകളും വളരെ വീക്കായിരിക്കും. അല്ലെങ്കിൽ അത്രയും എടുത്തു പിടിക്കുന്ന ലൈനുകളായിരിക്കില്ല ഒപ്പേക്കിന് ഉണ്ടാവുക. പക്ഷെ ട്രാൻസ്പാരന്റിന്റെ ലൈനുകളെല്ലാം വളരെ കോൺസ്പിക്കസ് ആയിരിക്കും, അല്ലെങ്കിൽ എടുത്തു പിടിക്കുന്ന രീതിയിലുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ലൈനുകളാണ്. വൈറ്റ്, നല്ല വൈറ്റ് ലൈൻസും അതിന്റെ ഇപ്പോഴത്തെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡുകളും, ഇതൊരു ഭയങ്കര വ്യത്യാസം തന്നെയാണ്. അതേപോലെ ഒപ്പാക്കിന് ഈ ഭാഗത്തുള്ള ക്രസൻസ് അല്ലെങ്കിൽ ഈ മാർജിനൽ ക്രസൻസ് അല്ലെങ്കിൽ മാർജിനൽ സ്പോട്സ് ഒന്നും അത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ വളരെ ഒരു എന്താ പറയുക, കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ഈ ലുനൂൾസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെയൊക്കെ ഈ ലുനൂൾസും അല്ലെങ്കിൽ ഈ മാർജിനൽ സ്പോട്സ് ഒക്കെ വളരെ വ്യക്തമായിരിക്കും. അതാണ് എളുപ്പത്തിൽ ഇവയെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ലൈൻ ബ്ലൂ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ലൈൻ ബ്ലൂസ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്കിപ്പം ചെറിയൊരു സമയം കൊണ്ട് പറയാനുള്ളത്. ഏതായാലും ഈ ഒരു അവസരം തന്നതിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയാണ്. അതിനെ കൊണ്ടെന്താ വെച്ചാൽ ഞാൻ എൻ്റെ പടങ്ങളെല്ലാം ഒന്ന് എടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഇല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും തപ്പിയെടുത്ത് കുറച്ച് ചിത്രങ്ങളെല്ലാം ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നെ പഠിക്കാനും അല്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് തേച്ച് മിനുക്കാനും ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അത് എനിക്ക് തന്നെ എന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഈ ഒരു ക്ലാസ് കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃതാർത്ഥതയുണ്ട്. അപ്പൊ VC താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ട്? ഒരു 5-10 മിനിറ്റ് കൂടി നമുക്ക് ചോദ്യം ഇന്ററാക്ഷൻ സമയം കൊടുക്കാമെന്ന് വിചാരിക്കും. കുറച്ച് ലേറ്റ് ആയി സാറില്ല. ആയിക്കോട്ടെ. അപ്പൊ ചോദ്യങ്ങൾ അല്ലെ സംശയങ്ങൾ ചോദിക്കാം.
Hello, sir. പറഞ്ഞോളൂ. Sir, the adaptations in blue, can they be seen in other butterfly larvae? വ്യക്തമാവുന്നില്ല, എന്താണ്? ചോദിക്കാമോ? ഹലോ നിഹാരിക, അത് ചോദ്യം ക്ലിയർ ആയില്ല. നിഹാരിക, Okay, ചോദ്യം sir. ഒന്നുകൂടി ചോദിച്ചോളൂ. എന്തോ ശബ്ദ റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുകൂടി ചോദിക്കോ? Can you hear me, sir? കേൾക്കാം കേൾക്കാം. The adaptations in blues, can they be seen in other butterfly larvae? Adaptation means that Larva ant adaptation. associate with ants. Caterpillars. എനിക്ക് ഞാൻ എൻ്റെ അറിവിലില്ല. കാരണം ബ്ലൂസിന്റെ ലാർവകളാണ് ആൻസുമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ഉള്ളൂ. പിന്നെ റയോഡിനിഡിയിലും കുറച്ചുണ്ടാവാം, മെറ്റൽ മാർക്സിലും ഉണ്ടാവാം. അതും ഈ ലൈക്കാനിഡിന്റെ ഒരു ഭാഗമായിരുന്നു. അല്ലാത്ത ലാർവകളിലൊന്നും അങ്ങനെ ആൻസ് അസോസിയേഷൻ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ലൈക്കാനിഡിയിലാണ് ഉള്ളത്. Okay, thank you, sir. അതല്ലാതെ മറ്റ് ജീവികൾ, മറ്റ് ഇൻസെക്റ്റുകളിലെല്ലാം ഉണ്ട്. ബട്ടർഫ്ലൈസിലാണ് ഞാൻ പറഞ്ഞത്. മറ്റ് ഇൻസെക്റ്റുകളിലെല്ലാം ഈ വെർമിക്കോഫൈലി വേറെ ഇൻസെക്റ്റുകളിലെല്ലാം ഉണ്ട്. പക്ഷെ ബട്ടർഫ്ലൈസിൽ ലൈക്കനിഡിയുടെ ലാർവകളിലാണുള്ളത്. നമസ്കാരം സാർ. തുടക്കക്കാർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാറിന്റെ സംസാരം. ഞാന് പടം സാർ സ്ലൈഡ് കാണിച്ചതെന്ന് ഒരു സംശയം ചോദിച്ചോട്ടെ. എന്റെ അറിവില്ലായ്മയാണെങ്കിൽ ക്ഷമിക്കണം. പരിചയപ്പെടുത്താം സാർ, ഒരു മിനിറ്റ്. എന്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ഒരു റിട്ടയർഡ് കോളേജ് പ്രൊഫസറാണ്. പഠിപ്പിച്ചിരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. എങ്കിലും പക്ഷി നിരീക്ഷണമൊക്കെയാണ് ഇപ്പം റിട്ടയർമെന്റിന് ശേഷമുള്ള പരിപാടി. അപ്പോൾ ശലഭങ്ങളെയും ഞാൻ നിരീക്ഷിക്കാറുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിലെ ഓർക്കിഡ്സിനെ കുറിച്ച് ചെറിയൊരു പഠനം നടത്തിയിട്ടുണ്ട്. പിസിയുടെ ഒന്നും അടുത്ത് സംസാരിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. അപ്പൊ സാറേ, എനിക്കൊരു സംശയം, ഒരു ചെറിയൊരു കുഞ്ഞു സംശയം. ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നില്ല, കുറച്ചുകാലം പഠിപ്പിച്ചിരുന്നു. ഇംഗ്ലീഷ് പഠിച്ചാണ്. ഐ ഹാവ് എ PhD ഇൻ ഇംഗ്ലീഷ്. പക്ഷെ ഞാനൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് റിട്ടയർമെന്റിന് ശേഷം പുസ്തകം താത്തു വെച്ചിട്ട് ഈ പുസ്തകത്തിലേക്ക് കയറി. അപ്പോ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഈ ഹെഡ്ജ് ബ്ലൂസ് ഉണ്ടല്ലോ, അതിനകത്ത് സാറ് അതിന്റെ ആന്റിനയ്ക്ക് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? കോമൺ ഹെഡ്ജ് ബ്ലൂവും മറ്റേ മലയൻ ഹെഡ്ജ് ബ്ലൂവും തമ്മിൽ ഞാൻ ആ പടം കണ്ടിട്ട് ഒരു സംശയം ചോദിച്ചാണ്. ആന്റിനയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഒന്ന് തിരിച്ചറിയാൻ? ആന്റിന നമ്മൾ അങ്ങനെ ഒരു ആന്റിന വ്യത്യാസം പൊതുവെ പറയാറില്ല. ഞാൻ ആ പടത്തിൽ ശ്രദ്ധിച്ച കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. പിന്നെ ഈ കോമൺ ഹെഡ്ജ് ബ്ലൂവിന്റെ ആന്റിനയുടെ ടിപ്പില് കുറച്ച് വൈറ്റിഷ് ആണ്, മറ്റേത് എൻറ്റയർലി ബാത്. പക്ഷെ ഒരു ഫോട്ടോയുടെ ആംഗിൾ കൊണ്ടും വന്നേക്കാം ചിലപ്പോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. എനിവേ, ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ്. താങ്ക്സ്. ഈ ആന്റിന ഇത് രണ്ടും ഇവിടെ ഉണ്ട്. കാരണം പൊതുവെ ഈ ബ്ലൂസിന്റെ ആന്റിനകൾ ഒരുവിധം കുറെ ബ്ലൂസ് ഉണ്ട്. അല്ലെങ്കിൽ മോസ്റ്റ്ലി ചെക്കേർഡ് ആയിരിക്കും. ചെക്കേർഡ് മീൻസ് വൈറ്റും. ചെക്കേർഡ് ആണ് സാർ. സാർ ആ ഇടത്തെ വശത്തെ പടത്തില് ഇവിടെ കാണുന്ന ഒരു വൈറ്റ് അല്ലേ നിങ്ങൾ പറയുന്നത്? മനസ്സിലായി. അത് ഈ പടത്തില് അത് ഇവിടെ അത് അത്ര ക്ലിയർ ആയിരിക്കും. ഇവിടെയോ ഈ ഒരു വൈറ്റ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഇൻ ദാറ്റ് പിക്ചർ. ഓക്കെ സാർ. ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ബ്ലൂസിനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിച്ചത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. സാർ, സിൽവർ ലൈൻ്റെ ഹോസ് പ്ലാന്റ് ഏതാണെന്നറിയോ? സിൽവർ ലൈൻ്റെ ഹോസ് പ്ലാൻ ഞാൻ പറയാൻ ഒരുപക്ഷെ വിട്ടുപോയതായിരിക്കും. ഈ സിൽവർ ലൈനുകളെല്ലാം തന്നെ ഉറുമ്പുകളുടെ അറ്റൻഡ് ചെയ്യുന്നതാണ് സിൽവർ ലൈൻ്റെ ലാർവകളെല്ലാം. അപ്പൊ അവയുടെ ഹോസ്റ്റ് പ്ലാന്റുകളേക്കാളും സിൽവർ ലൈൻസ് പരിഗണിക്കുന്നത് ഉറുമ്പുകളുടെ സാന്നിധ്യമാണ്. അപ്പൊ കുറെ ഹോസ്റ്റ് പ്ലാന്റുകൾ സിൽവർ ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം ബ്രൈഡീലിയ എന്ന് പറയുന്ന ഒരു ബ്രൈഡീലിയ സ്കാൻഡൻസ്, അല്ലെങ്കിൽ നമ്മളുടെ മുള്ളുവേങ്ങ, അതേപോലെ നമ്മളുടെ ഇത്തിക്കണ്ണിയില് ഉറുമ്പുകളുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും സിൽവർ ലൈൻസ് അല്ലെങ്കിൽ ആ ചെടികളാണ്. പക്ഷെ എല്ലാ ചെടികളിലും ഉറുമ്പുകൾ ഉണ്ടെങ്കിൽ
മുട്ടയിടണമെന്നില്ല. പിന്നെ നമ്മളുടെ പേര് മറന്നുപോയി, നമ്മുടെ ടിൻസലിന്റെ പ്ലാന്റ് ഉണ്ടല്ലോ, പമ്പരക്കുമ്പിളല്ല, ടിൻസലിന്റെ നമ്മുടെ സോറി നമ്മുടെ ഇത് ടെർമിനാലിയ. ഈ ടെർമിനാലിയയില് ആണ് പിന്നെ ഈ സിൽവർ ലൈൻസ് ടെർമിനാലിയയിൽ ഉണ്ടാവാറുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ ഈ ഇത്തിക്കണ്ണിയിൽ ഉണ്ടാവാറ്. എവിടെയാണോ നമ്മുടെ ഈ ഉറുമ്പുകൾ, പ്രത്യേകിച്ചും ക്രിമാറ്റോഗാസ്റ്റർ ഉറുമ്പുകളാണ് സിൽവർ ലൈൻസ് അധികവും ഉണ്ടാവുക. ഈ ഉറുമ്പിന്റെ കൂടിന്റെ ഉള്ളിലാണ് പലപ്പോഴും ഈ ലാർവ ഉണ്ടാകുക. ഇപ്പം ഉമേഷ് ഇപ്പം ഈ നമ്മുടെ ക്ലിയറോഡെൻഡ്രത്തിൽ ഒരു ലാർവേനെ കണ്ടു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉമേഷ് 2 ദിവസം മുന്നേ. അപ്പോ അതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചെടിയാണ് ലോങ് ബാൻഡഡ് സിൽവർ ലൈൻ. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ഉറുമ്പിന്റെ സാന്നിധ്യമാണ് പലപ്പോഴും. ഞാൻ കണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ റെഡ് സ്പോട്ട് എത്രയോ 2-3 തരം, അതായത് പാനിക്കുലേറ്റ് ഈ ടെർമിനാലിയയില്, അല്ലെങ്കിൽ നമ്മുടെ ഈ ടെർമിനാലിയ കട്ടാപ്പയില്, നമ്മുടെ ഈ ബദാം എന്ന് പറയുന്ന ഒരു നമ്മൾ നട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ടൗണിലൊക്കെ ഇന്ത്യൻ ബദാം, അതെ, അതില് പയറിൽ പോലും റെഡ് സ്പോട്ട് മുട്ടിട്ടിട്ടുണ്ട്. അത് അവിടെ ഉറുമ്പിന്റെ ഈ നീറ് എന്ന് പറയുന്ന നമ്മളുടെ ഈ റെഡ് ആൻസിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ ഇത്തരം അതായത് ഈ നിർമിക്കോഫൈലിയുള്ള അല്ലെങ്കിൽ ആൻസുമായിട്ട് ബന്ധപ്പെട്ട് പുലരുന്ന ശലഭങ്ങൾക്ക് അവരുടെ ഒരു ആദ്യത്തെ ചോയ്സ് എന്ന് പറയുന്നത് ആൻസിന്റെ തന്നെ സാന്നിധ്യമാണ്. അതിനുശേഷം അതാണ് ഒരു പഠനം പറയുന്നത്, അവർക്ക് പുതിയ ഫുഡ് പ്ലാന്റുകൾ ഉണ്ടാവാനും അവർക്ക് പുതിയ അല്ലെങ്കിൽ പുതിയ സ്പീഷീസുകൾ പോലും ഉണ്ടാവാൻ ഈ ആൻസിന്റെ സാന്നിധ്യം സഹായകമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? സാർ, ഇപ്പൊ ഈ സ്പീഷീസിന്റെ കാര്യം, കൃഷ്ണകുമാറാണ്, ഈ സ്പീഷീസിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു സംശയം. സാറ് തുടക്കത്തിൽ നമ്മുടെ നമ്പേഴ്സ് പറഞ്ഞപ്പം വെസ്റ്റേൺ ഗാർഡ്സില് 105 സ്പീഷീസ് എന്ന് പറഞ്ഞു. പക്ഷെ ടു ബി പ്രിസൈസ് 99 എന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അഡാപ്റ്റേഷനിലൂടെ കൂടുതൽ അതുകൊണ്ടല്ല അത് 105 എന്ന് വെച്ചാൽ ആദ്യം കുറെ സ്പീഷീസുകളൊന്നും ഇപ്പം നമ്മളിപ്പം മുമ്പുള്ള, അതായത് കാണാത്തതും അല്ലെങ്കിൽ ഒഴിവാക്കിയതും ഒക്കെ ഉണ്ട്. ഇപ്പൊ 99 നമ്മള് ലാസ്റ്റിൽ അറൈവ് ചെയ്ത ഫൈനലായിട്ട് ഇപ്പം സെൻഗുപ്തയും ഇതിന്റെ പേപ്പർ 99 ആണ്. 105 ലിസ്റ്റില്, അതായത് 353 നമ്മളെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു വെസ്റ്റേൺ ഗട്ട്സിൽ. അതിപ്പോ 337 നമ്മൾ ചുരുക്കി, ചിലതെല്ലാം ഇല്ല എന്ന് ഒക്കെ ഉറപ്പിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറെയൊന്നും നമ്മൾ ഇവിടെ കാണുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ മോട്ടിൽ എന്ന് പറയുന്ന ഒരു ശലഭം നമ്മളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, ലൊഗാനിയ ഡിസ്റ്റന്റി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇവിടെ ഒരു റെക്കോർഡ് ഉണ്ടെന്ന് പണ്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞതാണ്. പക്ഷെ ആ റെക്കോർഡ് പിന്നീട് കണ്ടിട്ടില്ല, അത് ഉറപ്പിക്കാൻ പറ്റുന്ന റെക്കോർഡല്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മറിച്ച് അത് നോർത്ത് ഈസ്റ്റിലുണ്ട്. ശരി സാർ. ഗ്രാംബ്ലൂന്റെ ലാർവനെ കണ്ടിട്ടുണ്ട്. അതെവിടെ പ്യൂപ്പേറ്റ് ചെയ്യാ? ഗ്രാംബ്ലൂവിന്റെ ലാർവ അധികവും പയറിന്റെ പിന്നെ ഉള്ളിൽ തന്നെ പ്യൂപ്പേറ്റ് ചെയ്യുക. നമ്മുടെ വലിയ പയറുകളിലൊക്കെ ആണെങ്കിൽ പയറിന്റെ ഉള്ളിൽ തന്നെ പ്യൂപ്പേറ്റ് ചെയ്യും. ഇനി നമ്മൾ എടുത്ത് വളർത്തുമൊക്കെ ആണെങ്കിൽ ബോട്ടിലൊക്കെ എടുത്ത് വെക്കുക വെച്ചാൽ പയറിന്റെ കായയുടെ മുകളിലും പ്യൂപ്പേറ്റ് ചെയ്യും. പൊതുവെ അത് പയറിന്റെ ചെടിയിലാണെങ്കിൽ അത് പയറിന്റെ ഉള്ളിൽ തന്നെ പ്യൂപ്പേറ്റ് ചെയ്യും. താങ്ക് യു സർ. മാഷ, ഞാൻ നീലിഷയാണ്. ഈ ഇന്ത്യൻ സൺബീം ശിവ സൺബീമിനെ കാണിച്ച കൂട്ടത്തിൽ അക്യൂട്ട് സൺബീം എന്താ കാണിക്കാത്ത? അക്യൂട്ടിലേക്ക് ഞാൻ പോവാതെ, കാരണം അത് അത്ര കോമൺ അല്ലാത്തതുകൊണ്ടാണ്. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി വന്നേ ഉള്ളൂ, അതിലേക്ക് പോയിട്ടില്ല എന്നേ ഉള്ളൂ മോളെ. അതായത് അക്യൂട്ട് സൺബീം നമുക്ക് ഇവിടെ വളരെ കുറവല്ലേ, അതിനെ കൊണ്ട് കാണിച്ചില്ല.
സാറ് ഒരു ഹെസ്പിരിഡ് ഇതേപോലത്തെ ഒരു ക്ലാസ് വെക്കാൻ പറ്റുമോ? പീരീഡിന്റെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് പ്രശ്നമില്ല. എസ്പിരിഡ് എന്ന് പറയുന്നത് അതാണ്. ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് അത് വേണ്ടത് ആണ്. അതാണ് നല്ലോണം ബുദ്ധിമുട്ടുള്ള ഒരു സാധനം. രജീഷ് നമുക്ക് വെച്ചാക്കാം രജീഷ് ചേട്ടാ. ഓക്കെ. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? മെറ്റമോർഫോസിസ് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ചോദിക്കാം. വൈൻഡപ്പ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടി വേണമെങ്കിൽ അനുവദിക്കാം. കാരണം നമ്മൾ ഇത് പൊതുവായ ഒരു ക്ലാസ് കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വാക്ക് വിത്ത് വിസിയുടെ മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞ ഒരു സിലബസ് ചാലഞ്ച് കൂടിയുണ്ട്. അതിൽ 51 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ്, രണ്ടും കമ്പൈൻഡ് ആയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട്. ഇന്ന് എല്ലാവരും എത്തിയിട്ടില്ല, കുറച്ച് പേരെ കുട്ടികളെ കയറിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. വൈൻഡപ്പ് ചെയ്യാം മാഷെ. അപ്പോ നമ്മുടെ വാക്ക് വിത്ത് വിസി എന്ന കമ്മ്യൂണിറ്റിയുടെ ഈ വെബിനാർ സീരീസിൽ നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ക്ലാസ് എടുത്തുകൊണ്ട മാഷക്ക് ഒരുപാട് നന്ദി പറയുന്നു. വാക്ക് വിത്ത് വിസിയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിൽ അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി. വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു, ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിരുന്നു. ഇതിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും അത് ഗുണം ചെയ്തിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന സ്പീഷീസുകൾ തമ്മിൽ വളരെ ലളിതമായിട്ട് അതിനെ തിരിച്ചറിയാനുള്ളത് മനോഹരമായിട്ട് പറഞ്ഞു. ഒരുപാട് നന്ദി മാഷെ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മുടെ ഉമേഷ് ബാബു കണ്ട് കേറിയിട്ടുണ്ടായിരുന്നില്ല. Thank you all. Good night. Good night.